ഇപ്പം നമ്മളിന്ന് കാർഡിയോവാസ്കുലർ സിസ്റ്റം ആണ് നോക്കുന്നത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമാണ് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി പറഞ്ഞു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ കേട്ടിരിക്കുക. പിന്നീട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാർഡിയോവാസ്കുലർ സിസ്റ്റം, അതിൻ്റെ ഹാർട്ട് മസിൽസിൻ്റെ പ്രോപ്പർട്ടീസ്, കാർഡിയക് സൈക്കിള്, കാർഡിയക് ഔട്ട്പുട്ട്, ECG, BP, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. പിന്നെ പൾസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മർമർ, അത് ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടത് PM പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഫസ്റ്റ് ജസ്റ്റ് ഒരു അനാട്ടമി, ഹാർട്ടിൻ്റെ ഒരു ഓവർവ്യൂ നോക്കാം. ഇപ്പോൾ നോർമൽ ഹ്യൂമൻ ഹാർട്ട് എന്ന് പറഞ്ഞാൽ 250 to 350 grams ആണ് വെയിറ്റ് വരുന്നത്. 4 ചേമ്പേഴ്സ് ആണ്, 2 ഏട്രിയ, 2 വെൻട്രിക്കിൾ. കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് കാർഡിയക് മസിൽസിനെ സപ്ലൈ ചെയ്യുന്ന ബ്ലഡ് വെസലാണ്. സുപ്പീരിയർ വീനക്കാവ എന്താണ് ചെയ്യുന്നത്, അപ്പർ പാർട്ടിൽ നിന്ന്, നമ്മുടെ ബോഡിയുടെ അപ്പർ പാർട്ടിൽ നിന്ന് ഇമ്പ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് ഹാർട്ടിൻ്റെ കയ്യിലോട്ട് എത്തിക്കുന്ന ആളാണ് സുപ്പീരിയർ വീനക്കാവ. ഇൻഫീരിയർ വീനക്കാവ എന്ന് പറയുന്നത് എന്താണ്, ലോവർ പാർട്ടിൽ നിന്ന് ഇമ്പ്യൂർ ബ്ലഡിനെ കളക്ട് ചെയ്ത് റൈറ്റ് ഏട്രിയയിലേക്ക് എത്തിക്കുന്ന ആളാണ് ഇൻഫീരിയർ വീനക്കാവ. then ഇങ്ങനെയാണ് ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇമ്പ്യൂർ ബ്ലഡ് സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കാവ വഴി റൈറ്റ് ഏട്രിയം, അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിൾ, ദെൻ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോകും. അവിടുന്ന് പ്യൂരിഫൈ ചെയ്തിട്ട് പൾമണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അയോട്ടയിൽ നിന്ന് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് പോകുന്നു. അപ്പം ഇങ്ങനെയാണ് ആ ഒരു ഓർഡർ സർക്കുലേഷൻ്റെ. അപ്പം ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കണം. റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ഓപ്പൺ ചെയ്യുന്നിടത്തുള്ള വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. റൈറ്റിൽ ട്രൈക്കസ്പിഡ് വാൽവ്, റൈറ്റ് ഏട്രിയം റൈറ്റ് വെൻട്രിക്കിളിലോട്ട് ഓപ്പൺ ചെയ്യുന്നിടത്ത്. ലെഫ്റ്റ് ഏട്രിയം ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ഓപ്പൺ ചെയ്യുന്നത് ത്രൂ ബൈക്കസ്പിഡ് വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് വഴിയാണ്. ദെൻ പാപ്പിലറി മസിൽസ് വെൻട്രിക്കിൾസിൽ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതിൽ നിന്നുള്ള ഒരു പാർട്ടാണ് ഈ കോഡേറ്റ് ടെൻഡിനെ എന്ന് പറയുന്നത്. കോഡേറ്റ് ടെൻഡിനെ എന്ന് പറഞ്ഞാൽ ഈ പാപ്പിലറി മസിൽസിൽ നിന്ന് ഈ നമ്മുടെ വാൽവ്സിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കോഡേറ്റ് ടെൻഡിനെ എന്ന് പറയുന്നത്. ദെൻ സെമിലൂണാർ വാൽവ്സ്, ബ്ലഡ് വെസൽസിൻ്റെ അവിടെയുള്ള വാൽവ്സ് ആണ് സെമിലൂണാർ വാൽവ്സ്. നമ്മുടെ അയോട്ടയിലെയും പൾമണറി ആർട്ടറിയുടെ അവിടെ വരുന്ന വാൽവ്സ് ആണ് സെമിലൂണാർ വാൽവ്സ് എന്ന് പറയുന്നത്. അത് ക്രസൻട്രിക് ഷേപ്പ് കാരണമാണ് നമ്മൾ സെമിലൂണാർ വാൽവ്സ് എന്ന് പറയുന്നത്. ഇനി ഹാർട്ടിൻ്റെ ലെയേഴ്സിൽ പെരിക്കാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം. പെരിക്കാർഡിയം ആണ് ഔട്ടർ മോസ്റ്റ് കവറിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനൊരു ഫൈബ്രസ് ലെയറും ഉണ്ട്, ഒരു ഇന്നർ സീറസ് ലെയറും ഉണ്ട്. അപ്പോൾ പെരിക്കാർഡിയത്തിന് 2 ലെയറാണ്, ഔട്ടർ ഫൈബ്രസ് ലെയറും ഇന്നർ സീറസ് ലെയറും. അതായത് ഇന്നർ സീറസ് ലെയർ ഇസ് ഡിവൈഡഡ് ഇൻറ്റു പെരൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ്. വീണ്ടും അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പെരൈറ്റൽ ആൻഡ് വിസറൽ ലെയർ ആയിട്ട് ഇന്നർ സീറസ് ലെയറിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇന്നർ വിസറൽ ലെയർ ഓഫ് ദി സീറസ് പെരിക്കാർഡിയം ഇസ് കോൾഡ് എപ്പിക്കാർഡിയം. എപ്പിക്കാർഡിയം എന്ന് പറയുന്നത് ഈ സീറസ് പെരിക്കാർഡിയം, വിസറൽ ലെയറിൻ്റെ സീറസ് പെരിക്കാർഡിയത്തിനെയാണ് എപ്പിക്കാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിന് മെയിനായിട്ട് 3 ലെയറുകളാണ്, പെരിക്കാർഡിയം, മയോകാർഡിയം ആൻഡ് എൻഡോകാർഡിയം. ഈ പെരിക്കാർഡിയത്തിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫൈബ്രസ് ലെയറും സീറസ് ലെയറും. ഈ സീറസ് ലെയറിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പെരൈറ്റൽ ആൻഡ് വിസറൽ ലെയേഴ്സ്. ഈ വിസറൽ ലെയറിൻ്റെ, അതായത് ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് വരുന്ന ലെയറിനെയാണ് നമ്മൾ എപ്പിക്കാർഡിയം എന്ന് പറയുന്നത്. ദെൻ മയോകാർഡിയം എന്ന് പറയുന്ന മിഡിൽ ലെയർ ആണ്. അത് മസിൽസ് ഓഫ് കോൺട്രാക്റ്റൈൽ യൂണിറ്റ്, പേസ് മേക്കർ, കണ്ടക്ടിങ് സിസ്റ്റം ഒക്കെ വരുന്നത് ഈ മയോകാർഡിയത്തിനകത്താണ്. ദെൻ എൻഡോകാർഡിയം എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽസിൻ്റെ എൻഡോത്തീലിയമായിട്ട് പോകുന്നതാണ് എൻഡോകാർഡിയം. ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ എൻഡോകാർഡിയം ആണ്. ഹാർട്ടിന് നോക്കുമ്പോൾ ഏറ്റവും ഇന്നർ മോസ്റ്റ് വരുന്നത് എൻഡോകാർഡിയം ആണ്. പെരിക്കാർഡിയത്തിൻ്റെ ഏറ്റവും അകത്തെ ലെയറാണ് എപ്പിക്കാർഡിയം എന്ന് പറയുന്നത്. പെരിക്കാർഡിയത്തിൻ്റെ സബ് ലെയറുകൾ വന്നിട്ട് ഏറ്റവും അകത്ത് വരുന്നതാണ് എപ്പിക്കാർഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 ലെയറുകളാണ്, പെരിക്കാർഡിയം, മയോകാർഡിയം, എൻഡോകാർഡിയം, ഔട്ടർ ടു ഇന്നർ. ഇനി കാർഡിയക് മസിൽസ് സ്ട്രയേറ്റഡ് മസിൽസ് ആണ്, ഇൻവോളണ്ടറി സ്ട്രയേറ്റഡ് മസിൽസ് ആണ് വരുന്നത്. ദെൻ അതിനകത്ത് ഇങ്ങനെ ഇൻ്റർകലേറ്റഡ് ഡിസ്കുകൾ കാണാൻ പറ്റും, അതായത് അഡ്ജസൻറ്റ് ബ്രാഞ്ചസിനെ കണക്ട് ചെയ്യുന്നതാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഗ്യാപ് ജംഗ്ഷൻസ് ഒക്കെ പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് വെച്ച് ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഇവർ ഒന്നിച്ച് കോൺട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാർഡിയാക് മസിൽസ് ഇൻവോളണ്ടറി സ്ട്രയേറ്റഡ് മസിൽസ് ആയിരിക്കും, ഒരു ബ്രാഞ്ച്ഡ് ആയിരിക്കും. ഈ ബ്രാഞ്ച് ചെയ്തിരിക്കുന്ന മസിൽ ഫൈബേഴ്സിനെ കണക്ട് ചെയ്ത് വരുന്നതാണ് ഇൻ്റർകലേറ്റഡ് ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് വെച്ച് ഇവരെ കണക്ട് ചെയ്തിരിക്കുന്നത് കാരണം ഇവർക്ക് ഒന്നിച്ച് കോൺട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. അറ്റ് എ ടൈം ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഫൈബേഴ്സ് എല്ലാം കൂടി ഒന്നിച്ചായിരിക്കും കോൺട്രാക്ട് ചെയ്യുന്നത്.
ഇനി കാർഡിയാക് മസിൽസിൻ്റെ പ്രോപ്പർട്ടീസ്. കാർഡിയാക് മസിൽസിൻ്റെ പ്രോപ്പർട്ടീസിനകത്ത് നമുക്കൊരു 5 പ്രോപ്പർട്ടിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എക്സൈറ്റബിലിറ്റി, റിതമിസിറ്റി, കണ്ടക്ടിവിറ്റി, കോൺട്രാക്റ്റിലിറ്റി ആൻഡ് ഡിസ്റ്റൻസിബിലിറ്റി. ഇത്രയാണ് കാർഡിയാക് മസിൽസിൻ്റെ പ്രോപ്പർട്ടീസിനകത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എക്സൈറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സൈറ്റബിലിറ്റി മീൻസ് എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കിട്ടുമ്പോൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റിയാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ എക്സൈറ്റബിലിറ്റി നമ്മൾ നോക്കുമ്പോൾ ഒരു മസിൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ എക്സൈറ്റഡ് ആകുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നടക്കുന്നത് വെച്ചാൽ നമ്മുടെ സെല്ലിലുള്ള അയോൺസിൻ്റെ മൂവ്മെൻ്റ് ആയിരിക്കും. അവർ അകത്തേക്കും പുറത്തേക്കും മൂവ് ചെയ്യും. അപ്പോൾ ഈ ചാർജ്ഡായിട്ടുള്ള അയോൺസ് അകത്തോട്ടും പുറത്തോട്ടും മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു കറണ്ട് ക്രിയേറ്റഡ് ആവും. ഒരു കറണ്ട് ക്രിയേറ്റഡ് ആയിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റിമുലസിനോട് അവർ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ക്രിയേറ്റഡ് ആയിട്ടുള്ള കറണ്ടിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴായിരിക്കും. ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആയിട്ടായിരിക്കും നമുക്ക് പുറത്തേക്ക് അത് അറിയാൻ സാധിക്കുന്നത്. സോ എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് റെസ്പോൺസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് നമ്മൾ എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു മസിൽ സെല്ല് അല്ലെങ്കിൽ ഏതൊരു ടിഷ്യൂ നമ്മൾ എടുത്താലും അതിനൊരു റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അതായത് അത് റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴത്തേക്കും നോർമലി സെല്ല് നമ്മൾ നോക്കുമ്പം സെൽ മെംബ്രെയിന് പുറത്തായിട്ട് സോഡിയം അയോണിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടായിരിക്കും കാണുന്നത്. അകത്ത് പൊട്ടാസ്യം അയോൺസും ക്ലോറൈഡ് അയോൺസും ആയിരിക്കും കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കോൺസെൻട്രേഷൻ്റെ ആനുപാതികമായിട്ട് പുറത്ത് സെൽ മെംബ്രെയിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും നോർമലി ഒരു മസിൽ ഫൈബർ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഉള്ളത്. പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജും ആയിരിക്കും വരുന്നത്. ഇനി നമ്മളൊരു സ്റ്റിമുലസ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഈ സോഡിയം പൊട്ടാസ്യം പമ്പ് ആക്ടിവേറ്റഡ് ആവുകയും സോഡിയം അയോൺസ് അകത്തോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. സോഡിയം ഇൻഫ്ലക്സ് ഉണ്ടാകും. സോഡിയം ഇൻഫ്ലക്സ് ഉണ്ടാകുമ്പോഴത്തേക്കും അകത്ത് കൂടുതൽ പോസിറ്റിവിറ്റി ആവും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം പുറത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ആവും. അപ്പോൾ ആദ്യം ഇരിക്കുമ്പോൾ പുറത്ത് പോസിറ്റിവിറ്റി അകത്ത് നെഗറ്റിവിറ്റി ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അവിടെ ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ട്. അവിടെയുള്ള അയോൺസിൻ്റെ പ്രസൻസ് കാരണം അവിടെ ഒരു ചാർജ് ഡിഫറൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നോർമൽ കാർഡിയാക് മസിൽ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽ ഫൈബറിൻ്റെ ഈ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -95 മില്ലി വോൾട്ടാണ്. SA നോഡിൻ്റെത് -55 to 60 മില്ലി വോൾട്ട്, പെർക്കിൻജി ഫൈബേഴ്സിൻ്റെത് -90 to 100 മില്ലി വോൾട്ട്. അപ്പോൾ അതാണ് ഒരു നോർമൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ സോഡിയത്തിൻ്റെ ഇൻഫ്ലക്സ് ഉണ്ടാകുന്നു, പൊട്ടാസ്യത്തിൻ്റെ ഇഫ്ലക്സ് ഉണ്ടാകുന്നു. സോഡിയം അകത്തോട്ടും പൊട്ടാസ്യം പുറത്തേക്ക് മൂവ് ചെയ്യുന്നു. അകത്തേക്ക് വന്ന സോഡിയത്തിൻ്റെ ആ ഒരു പോസിറ്റിവിറ്റി ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പൊട്ടാസ്യം പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ വീണ്ടും വേറൊരു ചാർജ് ക്രിയേറ്റഡ് ആവുകയാണ്. അതായത് ഡീപോളറൈസ്ഡ് ആയി എന്ന് നമ്മൾ പറയും. അതായത് സോഡിയം അകത്തേക്ക് കയറി പൊട്ടാസ്യം പുറത്തേക്ക് പോയി. അതാണ് ഡീപോളറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അവിടെ ക്രിയേറ്റഡ് ആവുന്നതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അയോൺസിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടായി ആക്ഷൻ പൊട്ടൻഷ്യൽ അവിടെ ക്രിയേറ്റഡ് ആയി. ഇനി ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ നമ്മൾ കൊടുത്ത സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇനി നമ്മൾ ഹാർട്ടിൽ കണ്ടക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ആ ക്രിയേറ്റഡ് ആയ ആക്ഷൻ പൊട്ടൻഷ്യലിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് നമ്മള് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴേ ഈ റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിനെ മാറ്റുന്ന ഒരു ഇതല്ലേ അങ്ങനെ? അതെ റെസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ സാധാരണഗതിയിൽ എന്താണ് സോഡിയം പുറത്തും പൊട്ടാസ്യം അകത്തും. പുറത്ത് പോസിറ്റിവിറ്റി അകത്ത് നെഗറ്റിവിറ്റി. അപ്പോൾ ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അകത്തോട്ട് കയറി, സോഡിയം അകത്തോട്ട് കയറി, പൊട്ടാസ്യം പുറത്തോട്ട് പോയി. അപ്പോൾ അവിടെ വീണ്ടും ഒരു ചാർജിൽ ഡിഫറൻസ് വന്നു. അതായത് ത്തേക്കും ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഒരു ഇംബാലൻസ്ഡ് സ്റ്റേറ്റ് അല്ലേ, അപ്പോൾ ആദ്യം വരുന്ന ആ ഒരു സ്റ്റേറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥയാണ് നമ്മൾ റീപോളറൈസേഷൻ എന്ന് പറയുന്നത്. തിരിച്ച് പഴയ പോലെ തന്നെ പുറത്ത് പോസിറ്റിവിറ്റിയും അകത്ത് നെഗറ്റിവിറ്റി ആക്കുന്നതിനാണ് നമ്മൾ റീപോളറൈസേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റഡ് ആയി. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹാർട്ടിൽ കണ്ടക്ടിങ് സിസ്റ്റത്തിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഫസ്റ്റ് എസ് എ നോഡിൽ നിന്ന് ഇൻ്റർനോഡൽ ട്രാക്റ്റ്, അവിടുന്ന് എ വി നോഡിലേക്ക് എത്തും. എ വി നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫീസിൽ നിന്ന് ബണ്ടിൽ ബ്രാഞ്ചസ്, അതുവഴി പെർക്കഞ്ചി ഫൈബേഴ്സ് വഴി നമ്മൾ വെൻട്രിക്കിൾസിൽ കംപ്ലീറ്റ് അത് സ്പ്രെഡ് ചെയ്യും. അങ്ങനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടക്ടിങ് സിസ്റ്റത്തിനകത്ത് എസ് എ നോഡ്, ഇൻ്റർനോഡൽ ട്രാക്റ്റ്, എ വി നോഡ്, ബണ്ടിൽ ഓഫീസ്, ബണ്ടിൽ ബ്രാഞ്ചസ് ആൻഡ് പെർക്കിഞ്ചി ഫൈബേഴ്സ്, ഇത്രയാണ് കണ്ടക്ടിങ് സിസ്റ്റത്തിൽ വരുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് നോക്കുമ്പം എസ് എ നോഡിനെ നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നാണ് പറയുന്നത്. അതായത് സ്വയം ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എസ് എ നോഡിന്. അതുകൊണ്ട് നമ്മൾ പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എസ് എ നോഡിൻ്റെ ലൊക്കേഷൻ വരുന്നത് റൈറ്റ് അപ്പർ പാർട്ട് ഓഫ് ദി റൈറ്റ് ഏട്രിയം ബിലോ ദ ഓപ്പണിംഗ് ഓഫ് സുപ്പീരിയർ വീന കവ. സുപ്പീരിയർ വീന കവ വന്ന് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെയായിട്ട് റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ പാർട്ടിലായിട്ടാണ് എസ് എ നോഡ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സപ്ലൈ ചെയ്യുന്നത് വേഗസ് നെർവാണ്. ദെൻ ഇൻ്റർനോഡൽ ട്രാക്റ്റ്, ആ ഒരു ഇമേജും കൂടി നോക്കിക്കോളുക. ഇൻ്റർനോഡൽ ട്രാക്റ്റ് നമ്മുടെ എസ് എ നോഡിനെയും എ വി നോഡിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഇൻ്റർനോഡൽ ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആൻറ്റീരിയറിൽ വരുന്ന ട്രാക്റ്റ് ഓഫ് ബെഞ്ച്മാനും, മിഡിലിൽ വരുന്ന ട്രാക്റ്റ് ഓഫ് വെങ്കി ബാക്ക് ആൻഡ് പോസ്റ്റീരിയറിൽ വരുന്ന ട്രാക്റ്റ് ഓഫ് തോറൽ, ഇങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റർനോഡൽ ട്രാക്റ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക, എസ് എ നോഡിനെ എ വി നോഡിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ബ്രാഞ്ചസ്, അതായത് ഏത് പാർട്ടി കൂടെ പോകുന്നു എന്നനുസരിച്ചിട്ട് വീണ്ടും മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. then എ വി നോഡ്, അടുത്ത എസ് എ നോഡിൽ നിന്ന് ഇൻ്റർനോഡൽ ട്രാക്റ്റ് വഴി എ വി നോഡിലേക്ക് എത്തിയിട്ടുണ്ട്. എ വി നോഡ് വരുമ്പോഴത്തേക്കും എ വി നോഡിൻ്റെ ലൊക്കേഷൻ പറയുന്നത് ലൊക്കേറ്റഡ് ഓൺ ദി പോസ്റ്റീരിയർ വാൾ ഓഫ് റൈറ്റ് ഏട്രിയം ഓൺ ദ റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലായിട്ടാണ് വേണ്ട ആ ഒരു ഇമേജും കൂടെ നോക്കിക്കോളുക. റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിലായിട്ടാണ് എ വി നോഡ് വരുന്നത്. അപ്പോൾ സപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് വാഗസ് നെർവാണ്. രണ്ട് നോഡിനെയും വാഗസ് നെർവാണ്, അതിൻ്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രാഞ്ചസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. ദെൻ ബണ്ടിൽ ഓഫീസ് റൈസ് ചെയ്യുന്നത് എ വി നോഡിൽ നിന്ന് താഴോട്ട് വരുന്നതാണ് ബണ്ടിൽ ഓഫീസ്. ബണ്ടിൽ ഓഫീസ് ഡിവൈഡ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ബണ്ടിൽ ബ്രാഞ്ചസ്. അത് ഡിവൈഡ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആവും. അത് വെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ വെച്ചിട്ടാണ് അവർ ഡിവൈഡ് ചെയ്ത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആകുന്നത്. ദെൻ പെർക്കിഞ്ചി ഫൈബേഴ്സ്, ഏറ്റവും ലാസ്റ്റ് പെർക്കിഞ്ചി ഫൈബേഴ്സ്, അത് ഫാസ്റ്റ് കണ്ടക്റ്റിംഗ് ഫൈബേഴ്സ് ആണ് ഈ പെർക്കിഞ്ചി ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ബണ്ടിൽ ബ്രാഞ്ചസ് വന്ന് എൻഡ് ചെയ്യുന്നിടത്താണ് പെർക്കിഞ്ചി ഫൈബേഴ്സ് വരുന്നത്. അപ്പോൾ ദാറ്റ് പാസസ് ദ ഇമ്പൾസ് ഫോർ ദ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ഇൻ ടു ദ മയോകാർഡിയം. അപ്പോൾ ഈ വെൻട്രിക്കിൾസിൻ്റെ മസ്കുലേച്ചറിലോട്ട് നമ്മുടെ ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ കൊണ്ടുവന്ന് കൊടുക്കുന്നത് ഈ പെർക്കിഞ്ചി ഫൈബേഴ്സ് ആണ്. അപ്പോൾ അതാണ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. ആ സ്റ്റിമുലസ് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മുടെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നത്. എസ് എ നോഡിൽ നിന്ന് ഇൻ്റർനോഡൽ ട്രാക്റ്റ് വഴി എ വി നോഡ്, അവിടുന്ന് ബണ്ടിൽ ഓഫീസ്, അത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ദെൻ വെൻട്രിക്കിൾസിൻ്റെ മസ്കുലേച്ചറിലോട്ട് പോകുന്ന പെർക്കിഞ്ചി ഫൈബേഴ്സ് ആയിട്ട് വെൻട്രിക്കിൾസിലോട്ട് നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യലിനെ കൊണ്ടുവന്ന് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ഈ രണ്ട് പ്രോപ്പർട്ടീസാണ്, എക്സൈറ്റബിലിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി. എക്സൈറ്റബിലിറ്റി എന്ന് വെച്ചാൽ ആ കൊടുത്ത ഒരു സ്റ്റിമുലസിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് എക്സൈറ്റബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുള്ള ആ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിനെ കണ്ടക്ട് ചെയ്തുകൊണ്ട് പോകാനുള്ള എബിലിറ്റിയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പ്രോപ്പർട്ടീസിനകത്ത് കോൺട്രാക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ആ കോൺട്രാക്ട് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. അതായത് മസിൽ ഫൈബർ അതിൻ്റെ കോൺട്രാക്ട് ചെയ്ത് അതിൻ്റെ ലെങ്ത് ഒന്ന് കുറയ്ക്കുന്നുണ്ടായിരിക്കും കോൺട്രാക്ഷൻ്റെ സമയത്ത്. ആ സ്റ്റിമുലസ് കിട്ടിക്കഴിയുമ്പോൾ കാർഡിയാക് മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺട്രാക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ദെൻ അതിനൊരു റിതം ഉണ്ടായിരിക്കും. നമ്മൾ ഹാർട്ട് ബീറ്റും ഹാർട്ട് റേറ്റും ഒക്കെ പറയുമല്ലോ, ഒരു കറക്റ്റ് റിതത്തിലായിരിക്കും അത് കോൺട്രാക്ട് ചെയ്യുന്നത്. അതിനെയാണ് റിതമിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അതിൽ തന്നെ എക്സൈറ്റബിലിറ്റിയും കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്. ഈ റിഫ്രാക്ടറി പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? റിഫ്രാക്ടറി ഹലോ പറയൂ. ആക്ടിവിറ്റി ഒന്നും നടക്കാത്ത ഒരു ടൈമാണ്. അതെ. റിഫ്രാക്ടറി പീരീഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്റ്റിമുലസ് കൊടുത്താലും റെസ്പോൺസ് ഒന്നും ഇല്ലാത്ത ഒരു ടൈമിനെയാണ് റിഫ്രാക്ടറി പീരീഡ് എന്ന് പറയുന്നത്.
സോ നെക്സ്റ്റ് ടോപ്പിക്ക് കാർഡിയാക് സൈക്കിൾ ആണ്. കാർഡിയാക് സൈക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹാർട്ട് ബീറ്റിൽ ഹാർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതാണ് കാർഡിയാക് സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സീക്വൻസ് ഓഫ് കോർഡിനേറ്റഡ് ഇവൻറ്റ്സ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഹാർട്ട് ഡ്യൂറിങ് വൺ ഹാർട്ട് ബീറ്റ്. ഒരു ബീറ്റിൻ്റെ ടൈമിൽ, ഒരു ബീറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു തവണ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്ത് പമ്പ് ചെയ്യുന്നതിനെയാണ് ഒരു ബീറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ ഹാർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് പ്രോസസ്സുകളാണ്. ഒന്ന് സിസ്റ്റോളും ഒന്ന് ഡയസ്റ്റോളും. സിസ്റ്റോൾ എന്ന് വെച്ചാൽ കോൺട്രാക്ഷൻ, ആ സമയത്താണ് പമ്പിങ് നടക്കുന്നത്. ഡയസ്റ്റോൾ മീൻസ് റിലാക്സേഷൻ, ആ സമയത്ത് ഹാർട്ടിലേക്ക് ഫില്ലിങ് നടക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഒരു കാർഡിയാക് സൈക്കിളിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാർഡിയാക് സൈക്കിൾ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.8 സെക്കൻഡ് ആയിരിക്കും. പിന്നെ ഹാർട്ട് ബീറ്റ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 72 ടൈംസ് പെർ മിനിറ്റ്. അതായത് ഒരു മിനിറ്റിൽ 72 ടൈംസ് ബീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ബീറ്റിൽ എത്രയാണെന്നുള്ളതാണ് കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ 0.8 സെക്കൻഡ് ആണ് വരുന്നത്. ഇപ്പോൾ സിസ്റ്റോൾ പറയുമ്പോൾ ഏട്രിയൽ സിസ്റ്റോളും ഉണ്ട്, വെൻട്രിക്കുലർ സിസ്റ്റോളും ഉണ്ട്. അതുപോലെ തന്നെ ഏട്രിയൽ ഡയസ്റ്റോളും ഉണ്ട്, വെൻട്രിക്കുലർ ഡയസ്റ്റോളും ഉണ്ട്. ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമ്മൾ നോക്കുമ്പോൾ ഏട്രിയയുടെയും വെൻട്രിക്കിൾസിൻ്റെയും കോൺട്രാക്ഷനും റിലാക്സേഷനും ആണ് വരുന്നത്. അതിൽ ഏട്രിയൽ ഇവൻറ്റ്സിനകത്ത് നമ്മൾ ഏട്രിയയുടെ സിസ്റ്റോളും ഡയസ്റ്റോളും, വെൻട്രിക്കുലർ ഇവൻറ്റ്സിലേക്ക് വരുമ്പോഴാണ് വെൻട്രിക്കിൾസിൻ്റെ കോൺട്രാക്ഷനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഏട്രിയയുടേത് അത്ര കാര്യമായിട്ടൊരു കോൺട്രാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് വന്നാൽ മതിയാകും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കോൺട്രാക്ഷൻ അവിടെ ഉള്ളൂ. പക്ഷേ വെൻട്രിക്കിൾസിൽ നിന്നാണെങ്കിൽ പമ്പ് ചെയ്ത് ബാക്കി എല്ലായിടത്തോട്ടും എത്തിക്കണം. അപ്പോൾ അത്രയും ശക്തമായിട്ടൊരു കോൺട്രാക്ഷൻ വരുന്നത് വെൻട്രിക്കിൾസിനാണ്. അപ്പോൾ വെൻട്രിക്കിൾസിൻ്റെ കോൺട്രാക്ഷൻസിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെൻട്രിക്കുലർ ഇവൻറ്റ്സിന് വെൻട്രിക്കുലർ സിസ്റ്റോൾ ഉണ്ട്, ഡയസ്റ്റോൾ ഉണ്ട്. സിസ്റ്റോളിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഐസോവോളിമെട്രിക് കോൺട്രാക്ഷൻ ആൻഡ് ഇജെക്ഷൻ ഫേസ്, അങ്ങനെ രണ്ട് ഫേസ് വെൻട്രിക്കുലർ സിസ്റ്റോളിന് വരുന്നുണ്ട്. വെൻട്രിക്കുലർ ഡയസ്റ്റോളിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോ ഡയസ്റ്റോൾ, ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഫേസ് ആൻഡ് ഫില്ലിംഗ് ഫേസ്. ഫില്ലിംഗ് ഫേസിനെ തന്നെ റാപ്പിഡ്, സ്ലോ, ലാസ്റ്റ് അങ്ങനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏട്രിയൽ ഇവൻറ്റ്സ്, വെൻട്രിക്കുലർ ഇവൻറ്റ്സും ആണ് വരുന്നത്. ഏട്രിയൽ ഇവൻറ്റ്സിനെ തന്നെ ഏട്രിയൽ സിസ്റ്റോളും ഡയസ്റ്റോളും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ വെൻട്രിക്കുലർ ഇവൻറ്റ്സിനെ വെൻട്രിക്കുലർ സിസ്റ്റോളും ഡയസ്റ്റോളും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിസ്റ്റോളിൽ തന്നെ രണ്ട് ഫേസ് ആണ്, ഐസോവോളിമെട്രിക് കോൺട്രാക്ഷൻ ആൻഡ് ഇജെക്ഷൻ ഫേസ്. ഡയസ്റ്റോളിലേക്ക് പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ്, ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഫേസ്, ഫില്ലിംഗ് ഫേസ്. ഇങ്ങനെ മൂന്ന് ഫേസസ് ആണ് വെൻട്രിക്കുലർ ഡയസ്റ്റോളിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഏട്രിയൽ സിസ്റ്റോൾ നോക്കാം. ഏട്രിയൽ സിസ്റ്റോൾ ആണ് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. കാർഡിയാക് സൈക്കിളിൻ്റെ ഫസ്റ്റ് ഫേസ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് ഏട്രിയാസ് കോൺട്രാക്ട് ചെയ്യും. ഏട്രിയാസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്താണ്, AV വാൽവ്സ് ഓപ്പൺ ആവും. ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ്സ് ഓപ്പൺ ആവും. ഓപ്പൺ ആയിട്ട് ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് എൻ്റർ ചെയ്യും. പക്ഷേ സെമിലൂണാർ വാൽവ്സ് അവിടെ ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പോൾ AV വാൽവ്സ് ഓപ്പൺ ആവുന്നു, സെമിലൂണാർ വാൽവ്സ് ക്ലോസ്ഡ് ആയിരിക്കും. ഏട്രിയസ് കോൺട്രാക്ട് ചെയ്യുന്നു. ഏട്രിയ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത്, ഇൻട്രാ ഏട്രിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഏട്രിയാസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇൻട്രാ ഏട്രിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഗ്രേഡിയൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചും മോർ ബ്ലഡ് വെൻട്രിക്കിൾസിലേക്ക് ഫ്ലോ ചെയ്യും. ആ ഒരു പ്രഷറാണ് AV വാൽവ്സിനെ പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത്. അത് ഓപ്പൺ ചെയ്ത് വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് എൻ്റർ ആവും. ദെൻ അങ്ങനെ ബ്ലഡ് എൻ്റർ ആവുന്നതനുസരിച്ച് ഗ്രാജുവലി വെൻട്രിക്കിൾസിൻ്റെ പ്രഷർ കൂടാൻ തുടങ്ങുമ്പോഴത്തേക്കും AV വാൽവ്സ് നോർമലി അതെന്ത് ചെയ്യും, ക്ലോസ്ഡ് ആവും. അപ്പോൾ അപ്പോഴത്തേക്കും അത്രയും വരെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഏട്രിയൽ സിസ്റ്റോൾ കംപ്ലീറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഇവൻ്റ് എന്ന് പറയുന്നത് ഏട്രിയൽ സിസ്റ്റോളാണ്. ഈ ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് ഏട്രിയാസ് കോൺട്രാക്ട് ചെയ്യുവാണ്. ഏട്രിയാസ് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു 10% ഓഫ് ബ്ലഡ് ആണ് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് മൂവ് ചെയ്യുന്നത്. AV വാൽവ്സ് ഓപ്പൺ ആവും, സെമിലൂണാർ വാൽവ്സ് ക്ലോസ്ഡ് ആയിരിക്കും. ദെൻ ഇൻട്രാ ഏട്രിയൽ പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമുക്ക് ഫോർത്ത് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. ഫോർത്ത് ഹാർട്ട് സൗണ്ട് എന്താണ്, ഈ ഏട്രിയ മസ്കുലേച്ചറിൻ്റെ കോൺട്രാക്ഷൻ, ആ സൗണ്ടാണ്, ആ കോൺട്രാക്ട് ചെയ്യുന്ന സൗണ്ടാണ് നമുക്ക് ഫോർത്ത് ഹാർട്ട് സൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഈ ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്താണ് നമുക്ക് ഫോർത്ത് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഏട്രിയൽ ഡയസ്റ്റോൾ ആണ്. ഈ ഏട്രിയൽ ഡയസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും ഏതാണ്ട് സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ശക്തമായിട്ടുള്ളത് ഏതാണ്, വെൻട്രിക്കുലർ സിസ്റ്റോൾ അല്ലേ.
അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ കാര്യങ്ങളായിരിക്കും. ഏട്രിയൽ ഡയസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും ഏകദേശം സൈമൾട്ടേനിയസ് ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.7 സെക്കൻഡ് ആണ്. ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ സമയത്ത് എന്താണ്, ഫില്ലിംഗ് ആണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീന കാവിൽ നിന്നും പൾമണറി വെയിൻസിൽ നിന്നും ബ്ലഡ് കൊണ്ടുവന്ന് ഏട്രിയയിലേക്ക് ഫില്ല് ചെയ്യുന്നത് ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ സമയത്തായിരിക്കും. അപ്പോൾ ഒരു 0.7 സെക്കൻഡ് ആണ് അതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അതിൻ്റെ ആദ്യത്തെ 0.3 സെക്കൻഡിൻ്റെ സമയത്ത് വെൻട്രിക്കുലർ സിസ്റ്റോൾ നടക്കും. ഈ ഏട്രിയ റിലാക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ രണ്ടും കൂടെ ഏകദേശം ഒന്നിച്ചായിരിക്കും നടക്കുന്നത്. വെൻട്രിക്കിൾസിൻ്റെ കോൺട്രാക്ഷനും ഏട്രിയയുടെ റിലാക്സേഷൻ. ഏട്രിയ റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്ത് റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ ആ വെൻട്രിക്കുലർ ഫേസ് ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ കൂടെ കോയിൻസൈഡ് ചെയ്തായിരിക്കും വരുന്നത്. അപ്പോൾ വെൻട്രിക്കുലർ ഡയസ്റ്റോളും ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ ലാസ്റ്റ് സ്റ്റേജും വെൻട്രിക്കുലർ ഡയസ്റ്റോളും ഏകദേശം ഒരേ സമയത്തായിരിക്കും. അപ്പോൾ ഒരു 0.4 സെക്കൻഡിലേക്ക് ഹാർട്ട് ആസ് എ ഹോൾ റിലാക്സ് ചെയ്യുകയായിരിക്കും. ഏട്രിയം റിലാക്സ് ചെയ്യുന്നു, വെൻട്രിക്കിൾസും റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ ഏട്രിയൽ ഡയസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും ഏകദേശം ഒരേ ടൈമിലാണ് നടക്കുന്നത്. അതിൽ ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ ഫസ്റ്റ് 0.3 സെക്കൻഡിൽ വെൻട്രിക്കുലർ സിസ്റ്റോൾ നടക്കും. അതിന് കഴിഞ്ഞ് വരുന്ന 0.4 സെക്കൻഡിൽ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ നടക്കും. അപ്പോൾ ഈ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ നടക്കുന്ന സമയത്ത് തന്നെ ഏട്രിയം റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 0.4 സെക്കൻഡിലേക്ക് ഹാർട്ട് ആസ് എ ഹോൾ റിലാക്സ് ചെയ്യുമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ ഓരോ ഫേസസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഐസോ വോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസ്. ഐസോ വോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസിലേക്ക് എന്താ നടക്കുന്നത് വെച്ചാൽ വെൻട്രിക്കിൾസിൻ്റെ കോൺട്രാക്ഷനാണ്. അതൊരു പ്രത്യേക രീതിയിലാണ്, വോളിയം ചേഞ്ച് ഇല്ലാതെയാണ് ഈ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നത്. വെൻട്രിക്കിൾസിൻ്റെ വോളിയത്തിന് ചേഞ്ച് ഒന്നും വരാത്ത രീതിയിൽ കോൺട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് ഐസോ വോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 0.05 സെക്കൻഡ് ആണ്. വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ സെമി ലൂണർ വാൽവ്സ് ഓപ്പൺ ആവും. സോ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഫേസ്, വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സെമി ലൂണർ വാൽവ്സ് ഓൾറെഡി ക്ലോസ്ഡ് ആയിരിക്കും, AV വാൽവ്സ് ഓൾറെഡി ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്ലോസ്ഡ് സ്റ്റേറ്റിൽ നിന്നിട്ട് ഇത് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവിടുത്തെ പ്രഷർ വളരെ കൂടുതലായിരിക്കും. ഒരു ക്ലോസ്ഡ് ചേംബറിനകത്താണ് ഈ കോൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ പ്രഷർ, ഇൻട്രാ വെൻട്രിക്കുലർ പ്രഷർ ഇൻക്രീസ് ചെയ്യും. അതായത് ആ വെസൽസിൻ്റെ നമ്മൾ അവിടെ വെൻട്രിക്കിൾസിൽ നിന്ന് പോകുന്ന പൾമണറി ആർട്ടറിയുടെയും അയോട്ടയുടെയും പ്രഷറിനേക്കാളും വെൻട്രിക്കിൾസിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഈ പ്രഷറാണ് സെമി ലൂണർ വാൽവ്സിനെ പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്യിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോൺട്രാക്ഷൻ തുടങ്ങുന്ന സമയത്ത് അതൊരു ക്ലോസ്ഡ് ചേംബർ ആയിരിക്കും. ക്ലോസ്ഡ് ചേംബറിൽ കോൺട്രാക്ട് ചെയ്യുന്നത് കാരണം നന്നായിട്ട് പ്രഷർ ഇൻക്രീസ് ചെയ്യും. ആ പ്രഷർ സെമി ലൂണർ വാൽവ്സിനെ പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്യും. ദെൻ അപ്പോൾ വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ആ ഒരു ഫേസ് കഴിയുകയാണ്. അതിനുശേഷം വരുന്നതാണ് ഇജെക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐസോ വോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസിൽ നമുക്ക് AV വാൽവ്സ് ക്ലോസ്ഡ് ആയി, ക്ലോഷർ ഓഫ് AV വാൽവ്സ് കിട്ടുന്നുണ്ട്. അതായത് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും AV വാൽവ്സ് വന്ന് ക്ലോസ് ചെയ്യും. ദെൻ ആ ഒരു ക്ലോസ്ഡ് ചേംബറിൽ കോൺട്രാക്ട് ചെയ്ത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സെമി ലൂണർ വാൽവ്സ് ഓപ്പൺ ചെയ്യും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഐസോ വോളിമെട്രിക് കോൺട്രാക്ഷൻ അത് നടക്കുന്നത്. ദെൻ AV വാൽവ്സിൻ്റെ ക്ലോഷർ വരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്ത് ആ ഏട്രിയൽ മസ്കുലേച്ചറിൻ്റെ ആ ഒരു കോൺട്രാക്ട് ചെയ്യുന്ന ഒരു സൗണ്ടിന് നമുക്ക് ഫോർത്ത് ഹാർട്ട് സൗണ്ടായിട്ട് കിട്ടും. ദെൻ ഐസോ വോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസിൽ AV വാൽവ്സിൻ്റെ ക്ലോഷർ നമുക്ക് ഫസ്റ്റ് ഹാർട്ട് സൗണ്ടായിട്ട് കിട്ടും. അടുത്ത വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ അടുത്ത ഫേസ് ആണ് ഇജെക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ഐസോ വോളിമെട്രിക് കോൺട്രാക്ഷൻ കഴിയുമ്പോഴത്തേക്കും അത് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡിനെ ഇജെക്ട് ചെയ്ത് ബ്ലഡ് വെസൽസിലേക്ക്, പൾമണറി ആർട്ടറിയിലേക്കും അയോട്ടയിലേക്കും ഇജെക്ട് ചെയ്ത് വിടും. അപ്പോൾ ഇതിനൊരു റാപ്പിഡ് ഇജെക്ഷൻ ഫേസ് ഉണ്ട്, സ്ലോ ഇജെക്ഷൻ ഫേസ് ഉണ്ട്. റാപ്പിഡ് ഇജെക്ഷൻ ഫേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇത് ക്ലോസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നല്ല പ്രഷർ ഡിഫറൻസ് വന്നിട്ട് ആദ്യം റാപ്പിഡായിട്ട് ബ്ലഡിനെ അതിലേക്ക് ഇജെക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ അത് കഴിയുമ്പോഴത്തേക്ക് ആ പ്രഷർ ഒന്ന് റിലീസ്ഡ് ആകുമ്പോൾ പിന്നെ പതിയെ സ്ലോലി ആയിരിക്കും ബ്ലഡിനെ വെസൽസിലേക്ക് വിടുന്നത്. അപ്പോൾ ആ ഒരു രണ്ട് ഫേസോടും കൂടിയിട്ട് ഐസോ വോളിമെട്രിക് കോൺട്രാക്ഷനും ഇജെക്ഷൻ ഫേസോടും കൂടിയിട്ട് വെൻട്രിക്കുലർ സിസ്റ്റോൾ കംപ്ലീറ്റഡ് ആവുകയാണ്.
ഈ വെൻട്രിക്കുലർ സിസ്റ്റോള് കംപ്ലീറ്റഡ് ആയി കഴിയുമ്പോൾ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്ത് ബ്ലഡിനെ കംപ്ലീറ്റ് ആയിട്ടും ഇജക്റ്റ് ചെയ്ത് കയറ്റി കഴിഞ്ഞാലും വെൻട്രിക്കിൾസിൽ കുറച്ചൊരു വോളിയം ഓഫ് ബ്ലഡ് ബാക്കി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എൻഡ് സിസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഏട്രിയൽ സിസ്റ്റോൾ പറഞ്ഞു, അത് കഴിഞ്ഞ് ഏട്രിയൽ ഡയസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും കോയിൻസൈഡ് ചെയ്താൽ വരുന്നതെന്ന് പറഞ്ഞു. ദെൻ വെൻട്രിക്കുലർ സിസ്റ്റോളിനകത്ത് 2 ഫേസസ് ആയിരുന്നു, ഐസോവോളിമെട്രിക് കോൺട്രാക്ഷനും ഇജക്ഷൻ ഫേസ്. ഇപ്പോൾ നമുക്ക് ബ്ലഡ് ഏട്രിയിൽ നിന്ന് വെൻട്രിക്കിൾസിൽ വന്നു, വെൻട്രിക്കിൾസിൽ കോൺട്രാക്ഷൻ നടന്നിട്ട് ഇജക്ഷൻ ഫേസിൻ്റെ സമയത്ത് അത് ബ്ലഡ് വെസൽസിലേക്ക് എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അത്രയും വരെ ആയപ്പോഴത്തേക്കും വെൻട്രിക്കുലർ സിസ്റ്റോൾ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ വെൻട്രിക്കുലർ ഡയസ്റ്റോളിലേക്ക് പോവാണ്. അതിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ് എന്ന് പറയുന്നത്. പ്രോട്ടോ ഡയസ്റ്റോളിക് മീൻസ് വെൻട്രിക്കുലർ ഡയസ്റ്റോളിൻ്റെ ഫസ്റ്റ് ഫേസ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇൻട്രാ വെൻട്രിക്കുലർ പ്രഷർ എന്ത് ചെയ്യാൻ തുടങ്ങും, കുറയാനായിട്ട് തുടങ്ങും. അതായത് കോൺട്രാക്ട് ചെയ്ത് ബ്ലഡിനെയൊക്കെ ഇജക്റ്റ് ചെയ്ത് ബ്ലഡ് വെസൽസിലേക്ക് കയറ്റി കഴിഞ്ഞു. അപ്പോൾ അത് ഒരുവിധം ഫ്രീ ആയി. അപ്പോൾ പ്രഷർ ഇൻട്രാ വെൻട്രിക്കുലർ പ്രഷർ പതിയെ കുറയാനായിട്ട് തുടങ്ങും. ആ ഒരു പ്രഷർ കുറയുന്ന സമയത്ത് സെമിലൂണാർ വാൽവ്സ് ക്ലോസ്ഡ് ആവും. സെമിലൂണാർ വാൽവ്സ് ക്ലോസ് ആകുന്നതാണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് നമുക്ക് കിട്ടിയത് ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഫേസിലാണ്. അവിടെ എ വി വാൽവ്സ് വന്ന് ക്ലോസ് ആയതാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത് പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസിലാണ്. ഡയസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, വെൻട്രിക്കുലർ ഡയസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രാ വെൻട്രിക്കുലർ പ്രഷർ കുറഞ്ഞിട്ട് സെമിലൂണാർ വാൽവ്സ് വന്ന് ക്ലോസ് ആകുന്നതാണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്ന് പറഞ്ഞത്. ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഫേസ് ആണ് ഡയസ്റ്റോളിൻ്റെ രണ്ടാമത്തെ ഫേസ് ആണ് ഈ വോളിമെട്രിക് റിലാക്സേഷൻ എന്ന് പറഞ്ഞത്. നേരത്തെ വോളിയം ചേഞ്ച് ഇല്ലാതെ കോൺട്രാക്ട് ചെയ്ത പോലെ തന്നെ വെൻട്രിക്കിൾസ് വോളിയം ചേഞ്ച് ഇല്ലാതെ റിലാക്സ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, വെൻട്രിക്കിൾസിൻ്റെ പ്രഷർ ഏട്രിയൽ പ്രഷറിനേക്കാളും കുറവായിരിക്കും. വെൻട്രിക്കിൾസിൻ്റെ പ്രഷർ ഏട്രിയൽ പ്രഷറിനേക്കാളും കുറവാകുന്ന സമയത്ത്, അപ്പോൾ ഏട്രിയലാണ് പ്രഷർ കൂടുതൽ, വെൻട്രിക്കിൾസിൽ പ്രഷർ കുറവാണ്. ഈ സമയത്ത് എ വി വാൽവ്സ് വീണ്ടും ഓപ്പൺ ആകും. അതിനുശേഷം ഫില്ലിംഗ് ഫേസിലേക്ക് പോകും. നമ്മുടെ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് ഫില്ലിംഗ് നടക്കും. ഫസ്റ്റ് റാപ്പിഡ് ഫില്ലിംഗ് ആയിരിക്കും നടക്കുന്നത്, അതിനുശേഷം സ്ലോ ഫില്ലിംഗ് ഫേസ് ആയിരിക്കും വരുന്നത്. ഈ റാപ്പിഡ് ഫില്ലിങ്ങിൻ്റെ സമയത്താണ് തേർഡ് ഹാർട്ട് സൗണ്ട് കേൾക്കുന്നത്. ആ ബ്ലഡ് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്കൊരു റഷ് ഉണ്ടാവും. ആ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് കാരണം അവിടെ ഒരു റഷ് ഉണ്ടാവും. അതാണ് അവിടെ തേർഡ് ഹാർട്ട് സൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഫില്ലിംഗ് ഫേസിൽ എന്താണ്, വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്തിരിക്കുന്ന കാരണം ഫില്ലിംഗ് ഫേസിൻ്റെ തൊട്ട് മുന്നത്തെ ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഫേസിൽ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്തിരിക്കുന്ന കാരണം വെൻട്രിക്കിൾസിൻ്റെ പ്രഷർ ഏട്രിയെ അപേക്ഷിച്ച് കുറവായിരിക്കും. അപ്പോൾ പ്രഷർ കൂടിയെടുത്തുനിന്ന് കുറഞ്ഞിടത്തേക്ക് ബ്ലഡ് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ എ വി വാൽവ്സ് ഓപ്പൺ ആയിട്ട് ബ്ലഡ് ഏട്രിയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് റഷ് ചെയ്തായിരിക്കും ആദ്യം വരുന്ന പ്രഷർ ഗ്രേഡിയൻറ്റ് കാരണം. ആ ഒരു സൗണ്ടിന് നമ്മൾ തേർഡ് ഹാർട്ട് സൗണ്ട് ആയിട്ട് കിട്ടും. ഫില്ലിംഗ് ഫേസിൽ ഫസ്റ്റ് റാപ്പിഡ് ഫില്ലിംഗ് ഫേസും അതിനുശേഷം സ്ലോ ഫില്ലിംഗ് ഫേസും ആയിരിക്കും കിട്ടുന്നത്. അങ്ങനെ ഫില്ലിംഗ് നടന്നു കഴിയുമ്പോഴത്തേക്കും വെൻട്രിക്കിൾസിൻ്റെ ഫില്ലിങ്ങും ആയി കഴിയുമ്പോഴത്തേക്കും അടുത്ത കാർഡിയാക് സൈക്കിളിലോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടൈമിൽ, അതായത് ഡയസ്റ്റോളിൻ്റെ ലാസ്റ്റ് ടൈം കഴിയുമ്പോഴത്തേക്കും വെൻട്രിക്കിൾസിൻ്റെ വോളിയം റീച്ചസ് ഇറ്റ്സ് മാക്സിമം. അതിനെയാണ് നമ്മൾ എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. ഡയസ്റ്റോൾ എൻഡ് ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം വന്ന് ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ ആ ഒരു മാക്സിമം ആകുന്നതാണ് നമ്മൾ എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. എൻഡ് സിസ്റ്റോളിക് വോളിയം എന്തായിരുന്നു? ഹലോ, കേൾക്കുന്നുണ്ടോ? എൻഡ് സിസ്റ്റോളിക് വോളിയം എന്ന് വെച്ചാൽ ഇജക്ഷൻ കഴിഞ്ഞതിന് ശേഷവും വെൻട്രിക്കിൾസ്, അതായത് ബ്ലഡ് വെസൽസിലേക്ക് ബ്ലഡിനെ എൻ്റർ ആക്കിയതിന് ശേഷവും വെൻട്രിക്കിൾസിൽ ബാക്കി നിൽക്കുന്നതാണ് എൻഡ് സിസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. എൻഡ് ഡയസ്റ്റോളിക് വോളിയം മീൻസ് റിലാക്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മാക്സിമം വന്ന് ഫില്ല് ചെയ്യും. അപ്പോൾ ആ മാക്സിമം ആയി നിൽക്കുന്നതിനെയാണ് എൻഡ് ഡയസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. ഇപ്പോൾ കാർഡിയക് സൈക്കിൾ ക്ലിയർ ആണോ? കാർഡിയക് സൈക്കിളിൽ
ഒരു ബീറ്റിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. രണ്ട് പ്രോസസ്സുകളാണ് സിസ്റ്റോളും ഡയസ്റ്റോളും. സിസ്റ്റോളിനെ തന്നെ വീണ്ടും ഏട്രിയൽ സിസ്റ്റോളും ഉണ്ട്, വെൻട്രിക്കുലർ സിസ്റ്റോളും ഉണ്ട്. ഏട്രിയൽ സിസ്റ്റോളിനെ അതുപോലെ തന്നെ വെൻട്രിക്കുലർ സിസ്റ്റോളും വെൻട്രിക്കുലർ ഡയസ്റ്റോളും ഉണ്ട്. ഏട്രിയൽ ഇവൻറ്റ്സും വെൻട്രിക്കുലർ ഇവൻറ്റ്സും ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഏട്രിയൽ ഇവൻറ്റ്സിൽ ഏട്രിയൽ സിസ്റ്റോളും ഡയസ്റ്റോളും ഉണ്ട്. വെൻട്രിക്കുലറിനകത്ത് വെൻട്രിക്കുലർ സിസ്റ്റോളും ഡയസ്റ്റോളും ഉണ്ട്. സിസ്റ്റോളിനെ വീണ്ടും ഐസോവോളിമെട്രിക് കോൺട്രാക്ഷനും ഇജെക്ഷൻ ഫേസുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയസ്റ്റോളിന് വീണ്ടും പ്രോട്ടോ ഡയസ്റ്റോള്, ഐസോവോളിമെട്രിക് റിലാക്സേഷൻ, റാപ്പിഡ് ഫില്ലിംഗ് ഫേസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏട്രിയൽ സിസ്റ്റോള് ഫസ്റ്റ് ഫേസ് ആണ്. ഏട്രിയൽ സിസ്റ്റോളിന്റെ സമയത്താണ് നമുക്ക് ഫോർത്ത് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. ഏട്രിയൽ ഡയസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും കൂടെ കോയിൻസൈഡ് ചെയ്ത് വെൻട്രിക്കുലർ ഇവൻറ്റ്സ് എല്ലാം കൂടെ കോയിൻസൈഡ് ചെയ്തായിരിക്കും വരുന്നത്. ദെൻ ഐസോവോളിമെട്രിക് റിലാക്സേഷൻ വെൻട്രിക്കുലർ സിസ്റ്റോളിൽ ഫസ്റ്റ് വരുന്നത്. അവിടെ ഐസോവോളിമെട്രിക് കോൺട്രാക്ഷൻ, വോളിയം ചേഞ്ച് ഇല്ലാതെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എ ബി വാൽവ്സ് ക്ലോസ്ഡ് ആയിരിക്കും. എ ബി വാൽവ്സ് ക്ലോസ് ആകുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. ആ ക്ലോസ് ചെയ്യുന്ന സൗണ്ടിനെയാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്. ദെൻ അവിടെ പ്രഷർ ആദ്യം കോൺട്രാക്ട് ചെയ്ത സമയത്ത് ഒരു ക്ലോസ്ഡ് ചേംബറിനകത്തായിരിക്കും കോൺട്രാക്ട് ചെയ്യുന്നത്. എ ബി വാൽവ്സ്, സെമി ലൂണാർ വാൽവ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. ഇപ്പോൾ പ്രഷർ ഗ്രേഡിയൻറ്റ് വന്നിട്ട് സെമി ലൂണാർ വാൽവ്സിനെ പുഷ് ചെയ്ത് ഓപ്പൺ ചെയ്യും. അത് അങ്ങനെ ഓപ്പൺ ആയി കഴിയുമ്പോൾ ബ്ലഡ് വെസൽസിലേക്ക് കയറുന്നതിനെയാണ് അടുത്ത ഫേസ്, ഇജെക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇജെക്ഷൻ കഴിഞ്ഞതിന് ശേഷം വെൻട്രിക്കിൾസിലെ ബാക്കി നിൽക്കുന്ന വോളിയമാണ് നമ്മൾ എൻഡ് സിസ്റ്റോളിക് വോളിയം എന്ന് പറയുന്നത്. ഡയസ്റ്റോളിൻ്റെ ഫസ്റ്റ് ഫേസ് ആണ് പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ് എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകിച്ച് ഇവൻറ്റ്സ് ഒന്നുമില്ല. ഇൻട്രാവെൻട്രിക്കുലർ പ്രഷർ ഒന്ന് കുറയാനായിട്ട് തുടങ്ങും. അങ്ങനെ കുറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും സെമി ലൂണാർ വാൽവ്സ് ക്ലോസ്ഡ്. അതാണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട്. ദെൻ റിലാക്സേഷൻ്റെ സമയത്ത് ഇത് തന്നെയാണ്, വോളിയം ചേഞ്ച് ഇല്ലാതെയാണ് റിലാക്സ് ചെയ്യുന്നത്. പ്രഷർ വെൻട്രിക്കിൾസിൻ്റെ പ്രഷർ നന്നായിട്ട് കുറഞ്ഞിട്ട് ഏട്രിയേക്കാളും താഴെ പോവും. ആ സമയത്ത് എ വി വാൽവ്സ് ഓപ്പൺ ആവും. നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കും, ഫില്ലിംഗ് ഫേസിലേക്ക് കടക്കും. ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് ഫില്ല് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ആദ്യം ഒരു റാപ്പിഡ് ഫില്ലിംഗ് ആയിരിക്കും. ആ ഒരു റഷ് ഓഫ് ബ്ലഡ് ആണ് നമ്മൾ തേർഡ് ഹാർട്ട് സൗണ്ട് ആയിട്ട് കേൾക്കുന്നത്. കാർഡിയാക് സൈക്കിൾ ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ ആണ്. അടുത്ത ഹാർട്ട് സൗണ്ട്സിലേക്കാണ് പോകുന്നത്. ഹാർട്ട് സൗണ്ട്സ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു. S1, S2, S3, S4 ആണ് ഹാർട്ട് സൗണ്ട്സ് വരുന്നത്. അപ്പോൾ S1ഉം S2 ആണ് നമുക്ക് നോർമലി ഓസ്കൾട്ടേറ്റ് ചെയ്യുമ്പോൾ ഓഡിബിൾ ആയിട്ടുള്ളത്. S3, S4 ഓഡിബിൾ ആയിരിക്കില്ല. അപ്പോൾ അവർ ഓഡിബിൾ ആണെങ്കിൽ എന്തെങ്കിലും അബ്നോർമൽ കണ്ടീഷനിലായിരിക്കും ഓഡിബിൾ ആയിട്ട് വരുന്നത്. S1 കിട്ടിയത് എവിടെയായിരുന്നു ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്? ഫസ്റ്റ് S1 എന്താണ്? എ ബി വാൽവ്. എ വി വാൽവ്സിൻ്റെ ക്ലോഷർ ആണ് നമുക്ക് കിട്ടിയത്. ഐസോവോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസിലാണ് കിട്ടിയത്. അപ്പോൾ അതായത് വെൻട്രിക്കുലർ സിസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്ത് വെൻട്രിക്കുലർ സിസ്റ്റോളിൻ്റെ ഫസ്റ്റ് ഫേസ് ആയിട്ടുള്ള ഐസോവോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസിലാണ് നമുക്ക് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട്, ലബ് സൗണ്ട് S1 കിട്ടുന്നത്. ദെൻ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എവിടെയാണ് കിട്ടിയത്? സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എവിടെയാണ് കിട്ടിയത്? എന്താണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട്? സെല്ലുലാർ വാൽവ്. സെമി ലൂണാർ വാൽവ്സിൻ്റെ ക്ലോഷർ ആണ് സംഭവം. സെമി ലൂണാർ വാൽവ്സിൻ്റെ ക്ലോഷർ നമുക്ക് കിട്ടിയത് പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസ്, ഡയസ്റ്റോളിൻ്റെ സ്റ്റാർട്ടിൽ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഫേസ് ആയിട്ടുള്ള പ്രോട്ടോ ഡയസ്റ്റോളിക് ഫേസിലാണ് നമുക്ക് ഈ ഡബ് എന്നുള്ള സൗണ്ട്, സെക്കൻഡ് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. S3 എന്തായിരുന്നു? S3 നമുക്ക് കിട്ടിയത് ഫില്ലിംഗ് ഫേസിലാണ്. ആ റഷ് ഓഫ് ബ്ലഡ് ആ ഏട്രിയൽ നിന്ന് പറയുകയാണ് എന്തെങ്കിലും. ഏട്രിയയിൽ നിന്നും വെൻട്രിക്കിൾസിലേക്ക് റാപ്പിഡ് ഫില്ലിംഗ് നടക്കുന്ന സമയത്ത് ആ റഷ് ഓഫ് ബ്ലഡ്, ആ സൗണ്ടാണ് നമ്മൾ S3 ആയിട്ട് കേൾക്കുന്നത്. S4 എന്തായിരുന്നു? ഏട്രിയസ് കോൺട്രാക്ട് ചെയ്യുന്ന ആ മസ്കുലേച്ചറിൻ്റെ കോൺട്രാക്ഷൻ, ആ സൗണ്ടാണ് നമ്മൾ S4 ആയിട്ട് കേൾക്കുന്നത്. ഇത്
ആ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ടല്ലേ. then അടുത്തത് ഏരിയാസ് ഓഫ് ഓസ്കൾട്ടേഷൻ. നമുക്ക് പ്രധാനമായിട്ടും 4 ഏരിയാസ് ആണ് ഓസ്കൾട്ടേറ്ററി ഏരിയാസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അയോട്ടിക് ഏരിയ. അയോട്ടിക് ഏരിയ എന്ന് പറയുന്നത് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് വരുന്നത്. റൈറ്റ് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ് ക്ലോസ് ടു സ്റ്റേർണം. ഇമേജിലും കൂടെ ഒന്ന് നോക്കിയേക്കുക. റൈറ്റ് സൈഡിൽ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ വരുന്നതാണ് നമ്മുടെ അയോട്ടിക് ഏരിയ എന്ന് പറയുന്നത്. ദെൻ പൾമണറി ഏരിയ വരുന്ന നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ലെഫ്റ്റ് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ വരുന്നതാണ് പൾമണറി ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ അയോട്ടിക് ഏരിയയും പൾമണറി ഏരിയയും സെയിം പൊസിഷനാണ്. സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ റൈറ്റ് സൈഡിൽ അയോട്ടിക് ഏരിയയും ലെഫ്റ്റ് സൈഡിൽ പൾമണറി ഏരിയ ആയിരിക്കും വരുന്നത്. ദെൻ മിട്രൽ ഏരിയ എന്ന് പറയുന്നത് ലെഫ്റ്റ് ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് കിട്ടുന്നത്. ട്രൈക്കസ്പിഡ് ഏരിയ സിഫോയിഡ് പ്രോസസ്സിലും. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ ഓപ്പോസിറ്റ് കിടക്കുന്നുണ്ട് അയോട്ടിക് ഏരിയ പൾമണറി ഏരിയ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ അയോട്ടിക് ഏരിയ, ലെഫ്റ്റ് സൈഡിൽ പൾമണറി ഏരിയയും കിടക്കുന്നുണ്ട്. ദെൻ ട്രൈക്കസ്പിഡ് ഏരിയ വരുന്നത് എവിടെയാണ്? സിഫോയിഡ് പ്രോസസ്സിൽ. മിട്രൽ ഏരിയ വരുന്നത് ഫിഫ്ത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിൽ. കാർഡിയക് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ ഇത്രയും വരെ ക്ലിയർ ആണോ? കാർഡിയക് സൈക്കിള്, ഹാർട്ട് സൗണ്ടും ഒക്കെ. ക്ലിയർ ആണ്. അടുത്ത കാർഡിയക് ഔട്ട്പുട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കാർഡിയക് സൈക്കിൾ എന്തായിരുന്നു? ഇവന്റ്സ്. ഒരു ബീറ്റിൽ നടക്കുന്ന ഇവന്റ്സ് ആണ് കാർഡിയക് സൈക്കിൾ എന്ന് പറയുന്നത്. ദെൻ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ വെൻട്രിക്കിൾസിൽ നിന്ന് എത്ര ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ എമൗണ്ട് ആണ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ്ഡ് ഔട്ട് ബൈ ഈച്ച് വെൻട്രിക്കിൾ ഇൻ എ മിനിറ്റ്. ഒരു മിനിറ്റിൽ എത്ര ബ്ലഡിനെ വെൻട്രിക്കിൾസ് പമ്പ് ചെയ്യുന്നുണ്ട്, ഒരു വെൻട്രിക്കിൾ ഓരോ വെൻട്രിക്കിളിൽ നിന്നും എത്ര പമ്പ് ചെയ്യുന്നുണ്ട്, അതാണ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്ന 2 സാധനങ്ങൾ ചേർന്നതാണ് സ്ട്രോക്ക് വോളിയം, ഹാർട്ട് റേറ്റും. സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ ഓരോ വെൻട്രിക്കിളിൽ നിന്നും ഒരു ബീറ്റിൽ എത്ര പമ്പ് ചെയ്യുന്നുണ്ട്, അതാണ് സ്ട്രോക്ക് വോളിയം എന്ന് പറയുന്നത്. ഒരു ബീറ്റിൽ ഓരോ വെൻട്രിക്കിൾസിൽ നിന്നും എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്ട്രോക്ക് വോളിയം. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഒരു മിനിറ്റിൽ നമുക്ക് എത്ര ബീറ്റ് ആണുള്ളത്? 70. അല്ല, പറഞ്ഞോളൂ, എത്ര ബീറ്റ് ആണുള്ളത് ഒരു മിനിറ്റിൽ? 72 ബീറ്റ് ആണ്. ഇപ്പോൾ ഒരു ബീറ്റിൽ സ്ട്രോക്ക് വോളിയം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ 72 ബീറ്റിൽ ഒരു മിനിറ്റിലെ കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. ഒരു മിനിറ്റിലെ കാര്യമാണ് ഈ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റിൽ 72 ബീറ്റ് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ്, അതായത് 60 to 80 ml ആണ് സ്ട്രോക്ക് വോളിയം വരുന്നത് ഇൻറ്റു 72 ബീറ്റ് പെർ മിനിറ്റ്. അപ്പോൾ നമ്മൾ ലിറ്റേഴ്സിലിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 5 to 6 ലിറ്റേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ ഈ ഓരോ വെൻട്രിക്കിളിൽ നിന്നും എത്ര മാത്രം ബ്ലഡിനെ പമ്പ് ചെയ്യുന്നുണ്ട്, അതാണ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കാർഡിയക് ഔട്ട്പുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന 2 ക്വാണ്ടിറ്റീസ് ആണ് സ്ട്രോക്ക് വോളിയം, ഹാർട്ട് റേറ്റും. സ്ട്രോക്ക് വോളിയം എന്ന് വെച്ചാൽ ഒരു ബീറ്റിൽ എത്ര പമ്പ് ചെയ്യുന്നുണ്ട്, അതാണ് സ്ട്രോക്ക് വോളിയം. അതേ ഇൻറ്റു ഒരു മിനിറ്റിൽ എത്ര ബീറ്റാണ്? 72 ബീറ്റ്. അപ്പോൾ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ് നമ്മുടെ കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ 5 to 6 ലിറ്റേഴ്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ഈ ഹാർട്ട് റേറ്റിൻ്റെ കൺട്രോൾ, അതിൽ 1-2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഹാർട്ട് റേറ്റിൻ്റെ കൺട്രോളിന് നമുക്ക് വാസോമോട്ടർ നെർവ്സ് കൺട്രോൾ വരുന്നുണ്ട്. ഹാർട്ടിലോട്ടുള്ള മോട്ടോർ നെർവ്സും അതുപോലെ സെൻസറി നെർവ്സും ഇതൊക്കെ ഹാർട്ട് റേറ്റിൻ്റെ കൺട്രോളിൽ വരുന്നുണ്ട്. അപ്പോൾ വാസോമോട്ടർ ഏരിയയിൽ ഹാർട്ട് റേറ്റ് കൺട്രോൾ ചെയ്യുന്ന വാസോമോട്ടർ ഏരിയയ്ക്കകത്ത് നമുക്ക് വാസോ കൺസ്ട്രിക്റ്റർ ഏരിയയും വരുന്നുണ്ട്, വാസോ ഡയലേറ്റർ ഏരിയയും വരുന്നുണ്ട്. അങ്ങനെ 2 ഏരിയാസ് ഇതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് വരുന്നുണ്ട്. വാസോ കൺസ്ട്രിക്റ്റർ ഏരിയയും വരുന്നുണ്ട്, വാസോ ഡയലേറ്റർ ഏരിയയും വരുന്നുണ്ട്. വാസോ കൺസ്ട്രിക്റ്റർ ഏരിയ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വെൻട്രോലാറ്ററൽ റീജിയൻ ഓഫ് മെഡുലയിലാണ്. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്? ഹാർട്ടിൻ്റെ
കൺസ്ട്രിക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. കോസസ് കൺസ്ട്രിക്ഷൻ ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. അപ്പം അങ്ങനെ ഇതിനെ കൺസ്ട്രിക്ഷൻ മീൻസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യും? ഒരു ഹാർട്ട് ബീറ്റ് എന്താണ്? ഒരു ഹാർട്ട് റേറ്റ് എന്താണ്? വൺ മിനിറ്റ് ബീറ്റ് ഹാർട്ട് റേറ്റ്. ഒരു ബീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു തവണ നമ്മൾ ആ കോൺട്രാക്ട് ചെയ്യൂലേ, അതാണ് ഒരു ബീറ്റ് എന്ന് പറയുന്നത്. കോൺട്രാക്ട് ചെയ്ത് ബ്ലഡിന് പുറത്തേക്ക് അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലേക്ക് ഇജക്ട് ചെയ്യുന്നത്, അതാണ് ഒരു ബീറ്റ് എന്ന് പറയുന്നത്. അത് എത്ര പ്രാവശ്യം അങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാസോ കൺസ്ട്രിക്റ്റഡ് ഏരിയ നമ്മൾ സ്റ്റിമുലേറ്റഡ് ആവുകയാണെങ്കിൽ അത് ബ്ലഡ് വെസൽസിൻ്റെയും ഹാർട്ടിൻ്റെയും കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കും. അപ്പോൾ കൺസ്ട്രിക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അത് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? മാക്സിമം ബ്ലഡിനെ ഇജക്റ്റ് ചെയ്യും, പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യും. അതായത് ആ ഒരു ഓരോ തവണയും കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ അളവ് കൂടും. അങ്ങനെ അളവ് കൂടുക എന്ന് വെച്ചാൽ എന്താണ്? ഹാർട്ട് റേറ്റ് കൂടുകയാണ്. കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് അകത്തെ പ്രഷർ കൂടും. പ്രഷർ കൂടിയിട്ട് കോൺട്രാക്ട് ചെയ്യുന്നതിൻ്റെ അളവും കൂടും, ഹാർട്ട് റേറ്റ് കൂടും. ഹാർട്ട് റേറ്റും കൂടും, ബി പിയും കൂടും. അതാണ് വാസോ കൺസ്ട്രിക്റ്റർ ഏരിയയിൽ സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ നടക്കുന്നത്. തിരിച്ച് വാസോ ഡയലേറ്റർ ഏരിയയിലാണെങ്കിൽ എന്താ നടക്കുന്നത്? അത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് മെഡുല്ലയുടെ മീഡിയൽ പോർഷനിലേക്കാണ്. ഇത് ഡയലറ്റേഷൻ ആണ് ഉണ്ടാക്കുന്നത്, റിലാക്സേഷൻ ഉണ്ടാക്കും, പ്രഷർ കുറയ്ക്കും, ഹാർട്ട് റേറ്റ് കുറയ്ക്കും. ദെൻ വാഗൽ ടോൺ എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഇൻഹിബിറ്ററി ഇമ്പൾസസ് ആണ്. ഈ വാസോ ഡയലേറ്റർ ഏരിയയിൽ നിന്ന് കണ്ടിന്യൂസ് ഇൻഹിബിറ്ററി ഇമ്പൾസസ്, ഈ കോൺട്രാക്ട് ചെയ്യുന്നതിന് മാക്സിമം തടയാനുള്ള സ്റ്റിമുലസ് പോകുന്നതിനെയാണ് നമ്മൾ ഈ വാഗൽ ടോൺ എന്ന് പറയുന്നത്. വാഗൽ നെർവ്സ് സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഇൻഹിബിറ്ററി ഇമ്പൾസസ് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതിനെയാണ് വാഗൽ ടോൺ എന്ന് പറയുന്നത്. അപ്പോൾ വാഗൽ ടോണും ഹാർട്ട് റേറ്റും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. വാഗൽ ടോൺ കൂടുക എന്ന് വിചാരിച്ചാൽ എന്താണ്? വാഗൽ ടോൺ കൂടുക എന്ന് വിചാരിച്ചാൽ നമ്മൾ ഹാർട്ടിലേക്ക് വാഗസ് നെർവ് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഹിബിറ്ററി ഇമ്പൾസസ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ അയച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ എമൗണ്ട് കൂടുതലാണ്. അത്രയും ഇൻഹിബിറ്ററി ഇമ്പൾസസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺട്രാക്ഷനെ മാക്സിമം ഇൻഹിബിറ്റ് ചെയ്യുക. കോൺട്രാക്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുക മീൻസ് അവിടെ റിലാക്സേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റിലാക്സേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹാർട്ട് റേറ്റ് കുറയും, ബി പിയും കുറയും. ഇനി ഓരോ ഹാർട്ട് റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഓരോ റിഫ്ലക്സസ് ആണ് വരുന്നത്. ബാരോ റിസപ്റ്റർ റിഫ്ലെക്സ്, കീമോ റിസപ്റ്റർ റിഫ്ലെക്സ്, ദെൻ വെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ്. ഇപ്പോൾ ബാരോ റിസപ്റ്റർ റിഫ്ലെക്സ് എന്ന് വെച്ചാൽ, ബാരോ റിസപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? പ്രഷർ. അതെ, പ്രഷർ റെക്കഗ്നൈസ് ചെയ്യുന്നവരാണ് ഈ ബാരോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബാരോ റിസപ്റ്റേഴ്സ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് കരോട്ടിഡ് സൈനസിൽ അയോട്ടിക് ആർച്ചിലുമായിട്ടാണ് ഈ ബാരോ റിസപ്റ്റേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബി പി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, പ്രഷർ കൂടുന്നു. പ്രഷർ കൂടുന്ന സമയത്ത് ഈ ബാരോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. അപ്പോൾ ബാരോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുമ്പോൾ ഇവർക്ക് എന്താണ് അൾട്ടിമേറ്റ് ആയിട്ട് ചെയ്യേണ്ടത്? എന്താണ്? ബി പി കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ എയിം. ബി പി കൂടിയിരിക്കുന്ന സമയത്ത് ബാരോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവുന്നു. അപ്പോൾ ഇവരുടെ ലക്ഷ്യം ബി പി കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളായിരിക്കും ഇനി അങ്ങോട്ട് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും അവർ? ഇമ്പൾസസ് വാസോ ഡയലേറ്റർ ഏരിയയിലേക്കായിരിക്കും ഇമ്പൾസസ് പാസ് ചെയ്യുന്നത്. അതായത് പ്രഷർ കുറയ്ക്കണം. പ്രഷർ കുറയണേ എന്ത് ചെയ്യണം? റിലാക്സ് ചെയ്യണം, അല്ലേ? ഹാർട്ടിലെ വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്തിരിക്കുമ്പോഴല്ലേ പ്രഷർ കുറയേണ്ടത്? ഡയലറ്റേഷൻ അല്ലേ അവിടെ നടക്കേണ്ടത്? അപ്പോൾ വാസോ ഡയലേറ്റർ ഏരിയയിലേക്കായിരിക്കും അവർ ഇമ്പൾസസ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാസോ ഡയലേറ്റർ ഏരിയ എന്ത് ചെയ്യും? വാഗൽ ടോൺ കൂട്ടും. അതായത് വേഗസ് നെർവ് വഴി ഇൻഹിബിറ്ററി ഇമ്പൾസസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. കോൺട്രാക്ഷനെ അവിടെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് ഇങ്ങനെ ഇമ്പൾസസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ കോൺട്രാക്ഷൻസ് അവിടെ ഇൻഹിബിറ്റഡ് ആവുകയും ഡയലറ്റേഷനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അതുവഴി ഹാർട്ട് റേറ്റ് കുറയ്ക്കും, ബി പിയും കുറയ്ക്കും. അപ്പോൾ ഈ ഒരു റിഫ്ലെക്സിനെയാണ് മേരീസ് റിഫ്ലെക്സ് അല്ലെങ്കിൽ
സിനോ അയോട്ടിക് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഈ ബാരോ റിസപ്റ്റർ റിഫ്ലെക്സിനെ തന്നെയാണ് വേരിയസ് റിഫ്ലെക്സ് അല്ലെങ്കിൽ സിനോ അയോട്ടിക് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാരോ റിസപ്റ്റേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കരോട്ടിഡ് സൈനസ് അല്ലെങ്കിൽ അയോട്ടിക് ആർച്ചിൻ്റെ അവിടെയാണ്. അപ്പോൾ പ്രഷറിൽ വരുന്ന ഡിഫറൻസ് ആണ് ഇവർ ഡിറ്റക്ട് ചെയ്യുന്നത്. പ്രഷർ കൂടുന്ന സമയത്ത് ഈ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. ഇത് സ്റ്റിമുലേറ്റഡ് ആയിട്ട് വാസോ ഡയലേറ്ററി ഏരിയയിലേക്ക് ഇമ്പൾസസിനെ പാസ് ചെയ്യിക്കും. അപ്പോൾ വാസോ ഡയലേറ്ററി ഏരിയ വാഗൽ ടോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. വാഗൽ ടോൺ ഹാർട്ട് റേറ്റ് കുറയ്ക്കും, ബി പി കുറയ്ക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വേരിയസ് റിഫ്ലെക്സ് അല്ലെങ്കിൽ സിനോ അയോട്ടിക് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കീമോ റിസപ്റ്റർ റിഫ്ലെക്സ്. കീമോ റിസപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ പെയിനും ടെമ്പറേച്ചറും, അതായത് കെമിക്കൽ ചേഞ്ചസ് ഡിറ്റക്ട് ചെയ്യുന്നവരാണ് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ അവർ ഓക്സിജൻ ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനിൽ ഉണ്ടാകുന്ന ഡിഫറൻസ്, ഇതൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നവരാണ് കീമോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈപ്പോക്സിയ അല്ലെങ്കിൽ ഹൈപ്പർ കാപ്നിയ ഉണ്ടാകുന്നു. ഹൈപ്പോക്സിയ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ കുറയും. ഓക്സിജൻ കുറയുന്നു. ഹൈപ്പർ കാപ്നിയ മീൻസ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുക. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നു. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളതിനെ റിവേഴ്സ് ചെയ്യണം. അതായത് ഓക്സിജൻ്റെ അളവിനെ കൂട്ടണം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവിനെ കുറയ്ക്കണം. അപ്പോൾ ഈ ഓക്സിജൻ്റെ അളവിനെ കൂട്ടണമെങ്കിൽ നമ്മൾ എന്ത് വേണം? മാക്സിമം ബ്ലഡിനെ ആവശ്യമുള്ള സ്ഥലത്തേക്കെല്ലാം എത്തിക്കണം. അപ്പോൾ മാക്സിമം ബ്ലഡിനെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം പമ്പിങ് നടക്കണം. മാക്സിമം ബ്ലഡിനെ പമ്പ് ചെയ്ത് പുറത്തേക്ക് വിടണം. അപ്പോൾ അത്ര മാക്സിമം പമ്പിങ് നടക്കണമെങ്കിൽ കോൺട്രാക്ഷൻ കൂടിയിരിക്കണം. കോൺട്രാക്ഷൻ കൂടുക മീൻസ് ഹാർട്ട് ബീറ്റ് കൂടുക, ഹാർട്ട് റേറ്റ് കൂടുക, ഇത് രണ്ടും കൂടിയിരിക്കണം. എന്നാലേ മാക്സിമം പമ്പിങ് നടന്ന് ബ്ലഡ് നമുക്ക് എല്ലായിടത്തേക്കും എത്തിച്ചിട്ട് ആ ഒരു ഓക്സിജൻ ഡെഫിഷ്യൻസിയെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ കീമോ റിസപ്റ്റേഴ്സ് ഓക്സിജൻ കുറയുന്നു അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്ന സമയത്ത് കീമോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആകുന്നു. ഈ കീമോ റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യും? വാസോ ഡയലേറ്റർ ഏരിയയിലേക്ക് ഇൻഹിബിറ്ററി ഇമ്പൾസസ് കൊടുക്കും. അതുവഴി വാഗൽ ടോൺ കുറയും. വാഗൽ ടോൺ എന്താ? ഇൻഹിബിറ്ററി ഇമ്പൾസ് ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ വാഗൽ ടോണിനെ കുറയ്ക്കുക മീൻസ് ഒരു കോൺട്രാക്ഷന് ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഇമ്പൾസിനെയാണ് കുറച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ കോൺട്രാക്ഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കോൺട്രാക്ഷനെ കുറയ്ക്കാൻ കൊടുത്തുകൊണ്ടിരുന്ന ഇമ്പൾസിനെ ഇവിടെ വാസോ ഡയലേറ്ററി ഏരിയയിലേക്ക് ഇൻഹിബിറ്ററി ഇമ്പൾസ് കൊടുത്ത് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കോൺട്രാക്ഷൻസ് മാക്സിമം നടക്കും, മാക്സിമം ബ്ലഡിൻ്റെ പമ്പിങ് ഉണ്ടാവും, ഹാർട്ട് റേറ്റും കൂടും, ഹാർട്ട് ബീറ്റ് കൂടും, ഹാർട്ട് റേറ്റ് കൂടും, ബ്ലഡ് എല്ലായിടത്തേക്കും എത്തിയിട്ട് ഈ ഓക്സിജൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയിരിക്കുന്ന ഹൈപ്പർ കാപ്നിയെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് ഈ കീമോ റിസപ്റ്റർ റിഫ്ലെക്സിനകത്ത് നടക്കുന്നത്. അടുത്തത് ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയൽ റിഫ്ലെക്സ് എന്ന് പറയും. അതായത് റൈറ്റ് ഏട്രിയൽ പ്രഷർ ഈ ഹാർട്ട് റേറ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അതായത് ഏട്രിയലിൽ തന്നെയുള്ള റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് ഹാർട്ട് റേറ്റ് കൂട്ടുന്നതിനെയാണ് ഈ ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ റൈറ്റ് ഏട്രിയത്തിലേക്ക് വീനസ് റിട്ടേൺ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇൻഫീരിയർ വീന കവ, സുപ്പീരിയർ വീന കവ വഴി അല്ലെങ്കിൽ പൾമണറി വെയിൻ വഴി റൈറ്റ് ഏട്രിയത്തിലേക്ക് ബ്ലഡ് വന്നിട്ട് ഫില്ല് ചെയ്യുവാണ്. ഈ ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മസ്കുലേച്ചർ സ്ട്രെച്ച് ചെയ്യും. സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാൾസിലുള്ള സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. ഈ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് അഗെയിൻ വാസോ ഡയലേറ്ററി ഏരിയയിലേക്ക് ഇൻഹിബിറ്ററി ഇമ്പൾസസ് പാസ് ചെയ്യും. ആ ഇൻഹിബിറ്ററി ഇമ്പൾസസ് വാഗൽ ടോൺ കുറച്ചിട്ട് ഹാർട്ട് റേറ്റ് കൂട്ടും. അപ്പോൾ അങ്ങനെ ഏട്രിയയിലെ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആയിട്ട് കുറയ്ക്കുന്നതിനെയാണ് നമ്മൾ ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് അല്ലെങ്കിൽ റൈറ്റ് ഏട്രിയൽ റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്ലിയർ അത് ആണ്. എല്ലാ കേസിലും എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടാവുമോ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഇത് ഇല്ല, വരുമ്പോഴാണ്? അതങ്ങനെ ഒരു എന്തെങ്കിലും സാഹചര്യം ഉണ്ടാകുന്ന സമയത്തേ അങ്ങനെ ഉണ്ടാവുള്ളൂ ഈ ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവറായിട്ട് വോളിയം കൂടുന്ന അല്ലെങ്കിൽ പ്രഷർ കൂടുന്ന അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഈ ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് പോകുന്നത്. അതൊരു കാർഡിയോ ആക്സിലറേറ്റർ റിഫ്ലെക്സ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതായത് ഹാർട്ട് റേറ്റ് ബി പി ഒക്കെ കൂട്ടുന്ന റിഫ്ലെക്സ് ആണ് ഈ ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ.
ഒരൊറ്റ മിനിറ്റ്. ഇത്രയും വരെ ക്ലിയർ ആണല്ലോ അല്ലേ? അതെ. ഒരു മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാമല്ലോ അല്ലേ? ഇപ്പോൾ കാർഡിയാക് സൈക്കിളും കാർഡിയാക് ഔട്ട്പുട്ടും ഹാർട്ട് റേറ്റിൻ്റെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർട്ട് റേറ്റ്, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? യെസ്. ഇപ്പോൾ നമ്മളിനി ഇ സി ജി ആണ് നോക്കുന്നത്. ഇ സി ജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോ കാർഡിയോഗ്രാം. നമ്മൾ ആ ഹാർട്ടിൽ നമ്മൾ പറഞ്ഞ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെ റെക്കോർഡ് ചെയ്യുന്നതാണ് ഈ ഇ സി ജി എന്ന് പറയുന്നത്. ഇ സി ജി നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. അതായത് ചെസ്റ്റ് ലീഡ് വെച്ചിട്ടും ചെയ്യാം, ലിംബ് ലീഡ് വെച്ചിട്ട് നമുക്ക് ഇ സി ജി ചെയ്യാം. സോറി, ഒരു പേഷ്യൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ഇ സി ജി അന്നേരം രണ്ട് രീതിയിൽ ചെയ്യാം. ചെസ്റ്റ് ലീഡ് വെച്ചിട്ട് ചെയ്യാം, ഈ ലിംബ് ലീഡ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇ സി ജി ഡിസ്കവർ ചെയ്തത് ആരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഇ സി ജി ഡിസ്കവർ ചെയ്തത് എയ്ൻതോവൻ ആണ്. വില്യം എയ്ൻതോവൻ ആണ് ഇ സി ജി ഡിസ്കവർ ചെയ്തത്. ഇപ്പം ഇ സി ജി റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം അതിനകത്ത് ഓരോ ഇലക്ട്രോഡുകളുണ്ട്. ഈ ഇലക്ട്രോഡുകൾ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ലിംബ് ലീഡ്സ് അല്ലെങ്കിൽ ചെസ്റ്റ് ലീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എയ്ൻതോവൻ ഒരു ഇമാജിനറി ട്രയാങ്കിൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ പൊസിഷനിലാണ് ഹാർട്ട്. ആ രീതിയിലാണ് നമ്മൾ ഇലക്ട്രോഡ്സിന് പ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് എയ്ൻതോവൻസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അത് ഫോം ചെയ്തേക്കുന്നത് നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും കൂടെ ചേരുന്ന ആ ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രൽ പോർഷനിലായിട്ടാണ് ഹാർട്ട് വരുന്നതെന്ന് അസ്യൂം ചെയ്തിട്ടാണ് ഇ സി ജി നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇ സി ജി നമുക്ക് രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ ലിംബ് ലീഡ്സ് അല്ലെങ്കിൽ ചെസ്റ്റ് ലീഡ്സ്. അതിൽ ബൈപ്പോളാർ ലിംബ് ലീഡ്സും ഉണ്ട്, ബൈപ്പോളാർ ലീഡ്സും ഉണ്ട്, യൂണിപോളാർ ലീഡ്സും വരുന്നുണ്ട്. ബൈപ്പോളാർ ലീഡ്സും യൂണിപോളാർ ലീഡ്സും വരുന്നുണ്ട്. അപ്പം ഈ ബൈപ്പോളാർ ലീഡ്സിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ രണ്ട് ലിംബുകൾ, ഏതെങ്കിലും രണ്ട് ലിംബിനെ കണക്ട് ചെയ്തിട്ട് എടുക്കുന്നതാണ് ബൈപ്പോളാർ ലീഡ് എന്ന് പറയുന്നത്. അപ്പം മൂന്ന് രീതിയിലാണ് നമ്മൾ ബൈപ്പോളാർ ലീഡിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യുന്നത്. ലീഡ് 1, ലീഡ് 2, ലീഡ് 3. ലീഡ് 1 നമ്മൾ റൈറ്റ് ആമും ലെഫ്റ്റ് ആമും തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അതായത് ഇലക്ട്രോഡ്സ് വെക്കുന്നത്
റൈറ്റ് ആർമിലും ലെഫ്റ്റ് ആർമിലും ആയിരിക്കും. ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ടായിരിക്കും വെക്കുന്നത് ലീഡ് 1-നകത്ത്. ദെൻ ലീഡ് 2 എടുക്കുമ്പോഴത്തേക്കും ലീഡ് 2-ൽ നമ്മൾ ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും തമ്മിലായിരിക്കും ലീഡ് 2-ൽ റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ലീഡ് 3 വരുമ്പോഴത്തേക്ക് അവിടെ ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുന്നതാണ് നമ്മൾ ബൈപോളാർ ലിംബ് ലീഡ്സ് എന്ന് പറയുന്നത്. ബൈപോളാർ ലിംബ് ലീഡ്സിൽ 2 പോൾസ് നെഗറ്റീവും പോസിറ്റീവും ആയിട്ട് 2 പോൾസ് നമ്മുടെ ഏതെങ്കിലും 2 ലിംബിനെ കണക്ട് ചെയ്തിട്ട് ഇലക്ട്രോഡ്സ് അവിടെ പ്ലേസ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിലാണ് ഇത് നമ്മൾ ബൈപോളാർ ലിംബ് ലീഡ് എന്ന് പറയുന്നത്. അത് ലീഡ് 1 ഉണ്ട്, ലീഡ് 2 ഉണ്ട്, ലീഡ് 3 ഉണ്ട്. ലീഡ് 1-നകത്താണ് റൈറ്റ് ആമും ലെഫ്റ്റ് ആമും തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ലീഡ് 2-ൽ റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. ലീഡ് 3-ലാണെങ്കിൽ ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും തമ്മിലായിരിക്കും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബൈപോളാർ ലീഡ്സിൻ്റെ കാര്യമാണ്. ഇനി യൂണിപോളാർ ലീഡ്സിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ യൂണിപോളാർ ലീഡ്സിൽ ഒരു ഇലക്ട്രോഡിനെ ആക്റ്റീവായിട്ട് എവിടെയെങ്കിലും ഒരിടത്ത് നമ്മൾ പ്ലേസ് ചെയ്യും. മറ്റേ ഇലക്ട്രോഡിനെ നമ്മൾ ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡായിട്ടാണ് വെക്കുന്നത്. അതായത് ഒരെണ്ണം നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടായിരിക്കും വരുന്നത്. ആക്റ്റീവ് ഇലക്ട്രോഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ഓഗ്മെന്റ് യൂണിപോളാർ ലീഡ്സ് നമ്മൾ പറഞ്ഞതാണ്. ഓൺ ദ റൈറ്റ് ആമിലാണെങ്കിൽ അതാണ് ഇനി പറയാൻ പോകുന്നത്. യൂണിപോളാർ ലിംബ് ലീഡ്സ് അല്ലെങ്കിൽ ഓഗ്മെന്റഡ് ലിംബ് ലീഡ്സ് എന്ന് പറയുന്നത്. ഓഗ്മെന്റഡ് ലിംബ് ലീഡ്സിൽ നമ്മൾ ഏതെങ്കിലും 2 ലിംബുകളെ തമ്മിൽ കണക്ട് ചെയ്യും. ഒരു ലിംബിനെ നമ്മൾ ഇനാക്റ്റീവ് ആയിട്ട് വെക്കും. അതാണ് ഈ ഓഗ്മെന്റഡ് അല്ലെങ്കിൽ യൂണിപോളാർ ലിംബ് ലീഡ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് 3 രീതിയിലാണ് കിട്ടുന്നത്: AVR, AVL, AVF. അപ്പൊ ആക്റ്റീവ് ഇലക്ട്രോഡിനെ എവിടെ പ്ലേസ് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് ഈ AVR, AVL, AVF എന്ന് പറയുന്നത്. ഇപ്പോൾ ആക്റ്റീവ് ഇലക്ട്രോഡ് ഇരിക്കുന്നത് റൈറ്റ് ആമിലാണെങ്കിൽ നമ്മൾ അതിനെ AVR ലീഡ് എന്ന് പറയും. ദെൻ ലെഫ്റ്റ് ആമിലാണെങ്കിൽ AVL ലീഡ് എന്ന് പറയും. ലെഫ്റ്റ് ലെഗിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ AVF ലീഡ് എന്ന് പറയും. അപ്പോൾ ഈ രീതിയിൽ എടുക്കുന്നതാണ് ഓഗ്മെന്റഡ് അല്ലെങ്കിൽ യൂണിപോളാർ ലിംബ് ലീഡ് എന്ന് പറയുന്നത്. ലിംബ് ലീഡ് യൂണിപോളാർ ലിംബ് ലീഡാണത്. ഇനി നമുക്ക് യൂണിപോളാർ ചെസ്റ്റ് ലീഡും കിട്ടും. യൂണിപോളാർ ചെസ്റ്റ് ലീഡ് അതാണ് നമ്മൾ കോമൺ ആയിട്ടും കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ചെസ്റ്റിൽ ഒരു 6 പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ആക്റ്റീവ് ഇലക്ട്രോഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ ആക്റ്റീവ് ഇലക്ട്രോഡിനെ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ 6 ഇലക്ട്രോഡുകളെ ഒന്നിച്ചായിരിക്കും കണക്ട് ചെയ്തിട്ടുള്ളത്. ഒരു വയറിലേക്കായിരിക്കും ആ ഒരു കണക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഈ ചെസ്റ്റിൽ ഒരു 6 പ്ലേസിലായിട്ടായിരിക്കും വെക്കുന്നത് ആക്റ്റീവ് ഇലക്ട്രോഡിനെ. അപ്പോൾ അത് V1, V2, V3, V4, V4 നമ്പർ ചെയ്തിട്ടുണ്ട്. V1 എന്ന് പറയുന്നത് 4th ഇന്റർകോസ്റ്റൽ സ്പേസ്, റൈറ്റ് സ്റ്റേണൽ മാർജിനിൽ 4th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് V1 വരുന്നത്. ദെൻ V2 അതിന് നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സ്റ്റേണൽ മാർജിനിൽ 4th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് V2 വരുന്നത്. V1ഉം V2ഉം 4th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ്. V1 ഓൺ ദ റൈറ്റ് സൈഡും V2 ഓൺ ദ ലെഫ്റ്റ് സൈഡും. ദെൻ നമുക്കൊരു മിഡ് ക്ലാവിക്കുലർ ലൈൻ ആണ് ആ ഒരു ഡോട്ടഡ് ലൈൻ കാണിച്ചിരിക്കുന്നത്. ദെൻ ആക്സിലയുടെ ഭാഗത്തൂടെ പോകുന്ന ഒരു മിഡ് ആക്സിലറി ലൈനും ഉണ്ട്. അപ്പോൾ ഈ മിഡ് ക്ലാവിക്കുലർ ലൈനിൽ വരുന്നതാണ് V4. V4 മിഡ് ക്ലാവിക്കുലർ ലൈനിൽ 5th ഇന്റർകോസ്റ്റൽ സ്പേസിലായിട്ടായിരിക്കും നമുക്ക് V4 കിട്ടുന്നത്. ദെൻ V5 വരുന്നത് V6 ആദ്യം നോക്കുക. V6 കിട്ടുന്നത് ആ മിഡ് ആക്സിലറി ലൈനിൽ 5th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് V6 വരുന്നത്. അതിൻ്റെ ആൻറ്റീരിയർ പാർട്ടിലായിട്ടായിരിക്കും V5 വരുന്നത്. ദെൻ ബിറ്റ്വീൻ V2, V4-ലായിരിക്കും നമുക്ക് V3 കിട്ടുന്നത്. അപ്പോൾ ചെസ്റ്റ് ലീഡ്സിൽ എവിടെയൊക്കെയാണ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ നമുക്കൊരു 6 പൊസിഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ V1ഉം V2ഉം ഓപ്പോസിറ്റ് ആയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ 4th ഇന്റർകോസ്റ്റൽ സ്പേസിൽ. V1 റൈറ്റ് സൈഡ്, V2 ലെഫ്റ്റ് സൈഡ്. ദെൻ മിഡ് ക്ലാവിക്കുലർ ലൈനിൽ ബാക്കി 5th ഇന്റർകോസ്റ്റൽ സ്പേസിലാണ് ബാക്കി എല്ലാവരും വന്നിരിക്കുന്നത്. മിഡ് ക്ലാവിക്കുലർ ലൈനിലായിട്ടാണ് V4 വരുന്നത്. മിഡ് ആക്സിലറി ലൈനിലായിട്ടാണ് V6 വരുന്നത്. V6ന്റെ ആൻറ്റീരിയർ പാർട്ടിലേക്ക് V5ഉം V2നും V4നും ഇടയ്ക്കായിട്ട് V3. അപ്പം അങ്ങനെയാണ് ആ ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യുന്നത്. യൂണിപോളാർ ചെസ്റ്റ് ലീഡിനകത്ത് കാര്യമാണ് നമ്മൾ പറഞ്ഞത്.
അപ്പോൾ ഇതായിരിക്കും ആക്റ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ 5 പൊസിഷനിലും കൂടെ കണക്ട് ചെയ്ത് ഒറ്റ വയറാക്കി വെച്ച് അതായിരിക്കും ആക്റ്റീവ് ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ബാക്കി നമ്മുടെ 2 ലിംബുകളെ കണക്ട് ചെയ്ത് ഒരു ന്യൂട്രലായിട്ട് അങ്ങനെ എടുത്തിട്ടാണ് ഈ യൂണിപോളാർ ചെസ്റ്റ് ലീഡിനകത്ത് ECG റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ECGയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൈപോളാർ ലീഡ്സും ഉണ്ട്, യൂണിപോളാർ ലീഡ്സും ഉണ്ട്. ബൈപോളാർ ലിംബ് ലീഡാണ് ഉള്ളത്. യൂണിപോളാറിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ലിംബ് ലീഡും ഉണ്ട്, ചെസ്റ്റ് ലീഡും ഉണ്ട്. അപ്പോൾ ബൈപോളാർ ലിംബ് ലീഡിനകത്താണെങ്കിൽ 2 ലിംബ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് പോസിറ്റീവും നെഗറ്റീവും ആക്കിയിട്ട് എടുക്കുന്നതാണ് ബൈപോളാർ ലിംബ് ലീഡ് എന്ന് പറയുന്നത്. ലീഡ് 1 റൈറ്റ് ആമും ലെഫ്റ്റ് ആമും, ലീഡ് 2 റൈറ്റ് ആമും ലെഫ്റ്റ് ലെഗും, ലീഡ് 3 ലെഫ്റ്റ് ആമും ലെഫ്റ്റ് ലെഗും ആണ് വരുന്നത്. യൂണിപോളാർ ലീഡ്സ് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ലിംബ് ലീഡും ഉണ്ട്, ചെസ്റ്റ് ലീഡും ഉണ്ട്. അപ്പോൾ യൂണിപോളാർ ലിംബ് ലീഡിനെയാണ് ഓഗ്മെന്റഡ് ലിംബ് ലീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ആക്റ്റീവ് ഇലക്ട്രോഡിനെ ഒരു ലിംബിലേക്ക് കണക്ട് ചെയ്യും. ദെൻ ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡിനെ മറ്റ് 2 ലിംബുകളെ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ഇൻഡിഫറൻറ്റ് ഇലക്ട്രോഡും ആക്കും. അപ്പോൾ ആക്റ്റീവ് ഇലക്ട്രോഡ് എവിടെയാണ് ഇരിക്കുന്നത് അതനുസരിച്ചിട്ടാണ് ആ നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ AVR എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഇലക്ട്രോഡ് ഇരിക്കുന്നത് റൈറ്റ് ആമിലാണ്. AVL എന്ന് വെച്ചാൽ ആക്റ്റീവ് ഇലക്ട്രോഡ് ലെഫ്റ്റ് ആമിലാണ്. AVF ആകുമ്പം ലെഫ്റ്റ് ഫൂട്ടിലാണ് ഇരിക്കുന്നത്. ദെൻ യൂണിപോളാർ ചെസ്റ്റ് ലീഡിൻ്റെ കേസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ആക്റ്റീവ് ഇലക്ട്രോഡിനെ 6 പൊസിഷനിലായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ 6 പൊസിഷനാണ്. V1ഉം V2ഉം ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലാണ്. V1 റൈറ്റ് സൈഡ്, V2 ലെഫ്റ്റ് സൈഡ്. ദെൻ മിഡ് ക്ലാവിക്കുലർ ലൈനിൽ V4, മിഡ് ആക്സിലറി ലൈനിൽ V6, ബിറ്റ്വീൻ V4, V2, V3, ദെൻ V6ൻ്റെ ഫ്രണ്ടിലായിട്ട് V5. അപ്പോൾ അത്രയാണ് ആ ഒരു ചെസ്റ്റ് ലീഡിൽ ഇലക്ട്രോഡ്സ് വെക്കുന്ന പ്ലേസസ് എന്ന് പറയുന്നത്. ഇനി ഒരു നോർമൽ ECG. നോർമൽ ECG നമുക്കറിയാം P വേവ് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഏട്രിയൽ ഡീപോളറൈസേഷൻ. ഏട്രിയൽ ഡീപോളറൈസേഷൻ ആണ് നമ്മൾ P വേവ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഏട്രിയൽ കോംപ്ലക്സ് എന്നും പറയും അതിന്. 0.1 സെക്കൻഡ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ദെൻ QRS കോംപ്ലക്സ് എന്താണ്? വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ ഏട്രിയൽ ഡയസ്റ്റോൾ അല്ലേ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഏട്രിയൽ ഡയസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് അതിന് സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാത്തത്. അപ്പോൾ QRS കോംപ്ലക്സിനകത്ത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, അതിന് ഇനീഷ്യൽ വെൻട്രിക്കുലർ കോംപ്ലക്സ് എന്നൊരു പേരുണ്ട്. 0.08 സെക്കൻഡ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ദെൻ T വേവ് എന്താണ്? വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. വെൻട്രിക്കുലർ റീപോളറൈസേഷൻ അത് ഫൈനൽ വെൻട്രിക്കുലർ കോംപ്ലക്സ് എന്നും പറയും. 0.2 സെക്കൻഡ് ആണ് ഡ്യൂറേഷൻ വരുന്നത്. ദെൻ ഈ U വേവ് എപ്പോഴും കാണുന്ന ഒന്നല്ല, എന്തെങ്കിലും അബ്നോർമാലിറ്റിയിലൊക്കെ ആയിരിക്കും U വേവ് വരുന്നത്. അത് പാപ്പിലറി മസിൽസിൻ്റെ റീപോളറൈസേഷൻ ആണ് U വേവ് കാണിക്കുന്നത്. ഇതാണ് ഒരു നോർമൽ ECGയുടെ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ P വേവ്, QRS കോംപ്ലക്സ്, T വേവ് ആൻഡ് U വേവ്. ഇനി ECGയിൽ കുറേ ഇൻ്റർവെൽസും സെഗ്മെൻറ്റ്സും ഉണ്ട്. PR ഇന്റർവെൽ എവിടെ നിന്ന് എവിടെ വരെയാണ്? Beginning of P wave and beginning of PR ഇന്റർവെൽ എന്ന് പറയുന്നത് Pയുടെ തുടക്കം തൊട്ട് Qവിൻ്റെ തുടക്കം വരെ. അതായത് Qവിൻ്റെ തുടക്കം എന്ന് പറയുമ്പോൾ QRS കോംപ്ലക്സ് തുടങ്ങുന്നതിൻ്റെ അവിടം വരെയാണ് PR ഇന്റർവെൽ എന്ന് പറയുന്നത്. ഓൺസെറ്റ് ഓഫ് P വേവ് ടു ഓൺസെറ്റ് ഓഫ് Q വേവ്. ദെൻ QT ഇന്റർവെൽ എവിടെ നിന്ന് എവിടെ വരെയാണ്? QT ഇന്റർവെൽ QRSന്റെ സ്റ്റാർട്ട് മുതൽ T വേവിന്റെ എൻഡ് വരെ. Tയുടെ എൻഡ് വരെ. Qന്റെ ഓൺസെറ്റ് തുടങ്ങി Tയുടെ എൻഡ് വരെയാണ് QT ഇന്റർവെൽ എന്ന് പറയുന്നത്. അപ്പോൾ QT ഇന്റർവെലിനകത്ത് വെൻട്രിക്കിൾസിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ റെക്കോർഡഡ് ആയിട്ടുണ്ട്. അതായത് QRS കോംപ്ലക്സ്, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ, T എന്ന് പറയുന്നത് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. ഇത് രണ്ടും കൂടെ ചേർന്ന് വരുമ്പോഴാണ് QT ഇന്റർവെൽ നമുക്ക് കിട്ടുന്നത്. ഇനി RR ഇന്റർവെൽ എന്താണ്?
രണ്ട് അല്ല 2 R. അതെ, 2 R വേവിന്റെ ഇടയിലുള്ളതാണ് RR ഇന്റർവെൽ എന്ന് പറയുന്നത്. അതൊരു കാർഡിയാക് സൈക്കിളിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം കംപ്ലീറ്റ് വേവ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഒരു 2 R വേവിന്റെ ഇടയിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ RR ഇന്റർവെൽ എന്ന് പറയുന്നത്. ഒരു കാർഡിയാക് സൈക്കിളിനെയാണ് RR ഇന്റർവെൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 2 സെഗ്മെന്റ് ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ST സെഗ്മെന്റും PR സെഗ്മെന്റും. ST സെഗ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ QRS കോംപ്ലക്സ് എസ് വേവ് വന്ന് എൻഡ് ചെയ്യുന്നതിൻ്റെ അവിടെ തുടങ്ങിയിട്ട് ടിയുടെ ഓൺസെറ്റ് അവിടെ വരെയാണ് ST സെഗ്മെന്റ് എന്ന് പറയുന്നത്. ഈ സെഗ്മെന്റുകൾ നോക്കുമ്പോൾ അതെപ്പോഴും അതിനകത്ത് വേവ്സ് ഒന്നും കാണത്തില്ല കേട്ടോ. സെഗ്മെന്റുകളിൽ എപ്പോഴും ഈ ബേസ് ലൈനിനോട് ചേർന്ന് പോകുന്ന പോർഷൻ ആയിരിക്കും സെഗ്മെന്റുകൾ എന്ന് പറയുന്നത്. ഇപ്പം ST സെഗ്മെന്റിനകത്ത് എസ് വന്ന് എൻഡ് ചെയ്യുന്നിടത്തുനിന്ന് തുടങ്ങി ടി വേവിൻ്റെ ഓൺസെറ്റ് വരെയാണ് ST സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ആ ഒരു ST സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോർഷൻ, അതായത് എസ് വേവ് എൻഡ് ചെയ്യുന്ന പോർഷൻ, അതിനാണ് ജെ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ജെ പോയിന്റ് ഇസ് എ പോയിന്റ് വെയർ ST സെഗ്മെന്റ് സ്റ്റാർട്ട്സ്. പിന്നെ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് PR സെഗ്മെന്റ് ആണ്. PR സെഗ്മെന്റ് P വേവ് എൻഡ് ചെയ്യുന്നിടത്ത് തുടങ്ങി Q വേവ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത്. അപ്പോൾ ആ ഒരു സെഗ്മെന്റ് ആണ് PR സെഗ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ECGയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 3 ഇന്റർവെല്ലും 2 സെഗ്മെന്റും ആണ്. PR ഇന്റർവെൽ, അത് P തുടങ്ങിയിട്ട് Q തുടങ്ങുന്നിടം വരെ ഉള്ളതാണ് PR ഇന്റർവെൽ. QT ഇന്റർവെൽ എന്ന് വെച്ചാൽ ഓൺസെറ്റ് ഓഫ് Q തൊട്ട് ടിയുടെ എൻഡ് വരെയാണ് QT ഇന്റർവെൽ എന്ന് പറയുന്നത്. RR ഇന്റർവെൽ മീൻസ് 2 R വേവുകൾ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണ് RR ഇന്റർവെൽ. ഈ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെന്റുകളാണ് ST സെഗ്മെന്റും PR സെഗ്മെന്റും. ST സെഗ്മെന്റ് മീൻസ് എസ് വേവിന്റെ എൻഡ് തൊട്ടിട്ട് ടി വേവിന്റെ ഓൺസെറ്റ് വരെയാണ് ST സെഗ്മെന്റ്. അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെയാണ് നമ്മൾ ജെ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ PR സെഗ്മെന്റ് P വേവിന്റെ എൻഡ് തൊട്ടിട്ട് Q വേവിന്റെ ഓൺസെറ്റ് വരെയാണ് PR സെഗ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ECGയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? രണ്ട് ടൈപ്പ് രീതിയിലാണ് നമ്മൾ ECG റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ബൈപോളാർ ലീഡ്സും യൂണിപോളാർ ലീഡ്സും. യൂണിപോളാറിൽ തന്നെ 2 ടൈപ്പ് ആയിരുന്നു, ലിംബ് ലീഡും ചെസ്റ്റ് ലീഡും. അതിൽ ചെസ്റ്റ് ലീഡാണ് കോമൺ ആയിട്ടുള്ളത്. അതിലൊരു 6 പൊസിഷൻസ് ഉണ്ട് ചെസ്റ്റ് ലീഡിൽ പ്ലേസ് ചെയ്യേണ്ടത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നോർമൽ ECG, അതിൻ്റെ ഓരോ വേവുകൾ, ഇൻ്റർവെല്ല്, സെഗ്മെൻറ്റുകൾ, ഇത്രയും. അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ മീൻസ് ആർട്ടറീസിലൂടെ ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോളം ഓഫ് ബ്ലഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. മീൻസ് ലാറ്ററൽ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ കോളം ഓഫ് ബ്ലഡ് ടു ദ വാൾ ഓഫ് ആർട്ടറീസ്. ആർട്ടറീസിൻ്റെ വാളിലേക്ക് കൊടുക്കുന്ന പ്രഷറിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതിൻ്റെ നോർമൽ വാല്യൂ 120/80 mmHg. പൾസ് പ്രഷർ എന്ന് വെച്ചാൽ സിസ്റ്റോളിക് മൈനസ് ഡയസ്റ്റോളിക് ആണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത്. 40 mmHg വരും നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. ഈ 120/80 സിസ്റ്റോളിക് ഏതാണ്, ഡയസ്റ്റോളിക് ഏതാണ്? 120 സിസ്റ്റോളിക്, 80 ഡയസ്റ്റോളിക്. സിസ്റ്റോളിക് ബാർ ഡയസ്റ്റോളിക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സിസ്റ്റോളിക് മൈനസ് ഡയസ്റ്റോളിക് ആണ് പൾസ് പ്രഷർ എന്ന് പറയുന്നത്. മീൻ ബ്ലഡ് പ്രഷർ എന്ന് വെച്ചാൽ ഈ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ പ്ലസ് പൾസ് പ്രഷറിൻ്റെ 1/3, അതാണ് മീൻ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. ഡയസ്റ്റോളിക് പ്രഷർ പ്ലസ് 1/3 ഓഫ് പൾസ് പ്രഷർ. ഹൈപ്പർ ടെൻഷൻ മീൻസ് 140/90 എബോവ് പോകുന്നതാണ് ഹൈപ്പർ ടെൻഷൻ. 160 താഴെ വരുന്നതാണ് ഹൈപ്പോ ടെൻഷൻ. ഇനി BP-യുടെ റെഗുലേഷനാണ്. BP-യുടെ റെഗുലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർട്ട് റേറ്റിൻ്റെ റെഗുലേഷനും ഒക്കെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നതാണ്. BP-യുടെ റെഗുലേഷനകത്ത് ഫസ്റ്റ് ഒരു ഷോർട്ട് ടേം റെഗുലേഷനുണ്ട്. ഷോർട്ട് ടേം റെഗുലേഷൻ ഓഫ് BP ത്രൂ വാസോ മോട്ടോർ റിഫ്ലെക്സ്. ഈ ഷോർട്ട് ടേം റെഗുലേഷനാണ് ക്വിക്ക് ആക്ഷൻ, ക്വിക്കായിട്ട് കിട്ടുന്നതാണ് ഷോർട്ട് ടേം റെഗുലേഷൻ എന്ന് പറയുന്നത്. BP-യിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരുമ്പോൾ അത് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ നോക്കൂലേ, അതാണ് ഷോർട്ട് ടേം റെഗുലേഷൻ. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ബാരോ റിസപ്റ്റർ റിഫ്ലെക്സ്, കീമോ റിസപ്റ്റർ റിഫ്ലെക്സ്, CNS ഇഷീമിക് റിഫ്ലെക്സ്, കുഷിങ്സ് റിഫ്ലെക്സ്, ഇതൊക്കെയാണ് വരുന്നത്.
അതിൽ നമ്മൾ ബാരോ റിസപ്റ്റർ റിഫ്ലെക്സും കീമോ റിസപ്റ്റർ റിഫ്ലെക്സും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഹാർട്ട് റേറ്റ് കൂട്ടുന്ന വഴി ബി പി കൂട്ടുക, അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കുറച്ചിട്ട് ബി പി കുറയ്ക്കുന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് തന്നെയാണ് ബാരോ റിസപ്റ്റർ റിഫ്ലെക്സിനകത്തും കീമോ റിസപ്റ്റർ റിഫ്ലെക്സിനും വരുന്നത്. ഒരു CNS ഇഷീമിക് റിഫ്ലെക്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ബി പി കുറയുന്ന സമയത്ത് കാർഡിയക് ഔട്ട്പുട്ട് കുറയുമല്ലോ. ബി പി കുറയാൻ മീൻസ് ആ കോൺട്രാക്ഷൻ കുറയാണ്, കാർഡിയക് ഔട്ട്പുട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡിൻ്റെ എമൗണ്ടിൽ കുറവുണ്ടാവും. അപ്പോൾ നമ്മളെ ബോഡിയുടെ പല പാർട്സിലോട്ട് എത്തുന്ന ബ്ലഡിൻ്റെ എമൗണ്ടിൽ കുറവുണ്ടാവും. അപ്പം ബ്രെയിൻ ടിഷ്യൂവിലേക്ക് എത്തുന്ന ബ്ലഡ് ഫ്ലോയും കുറവായിരിക്കും. അത് ബ്രെയിനിലൊരു ഇഷീമിയ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ ഇഷീമിയ വാസോമോട്ടർ സെൻറ്റേഴ്സിനെ ഡയറക്റ്റ്ലി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സിമ്പതറ്റിക് നെർവ്സ് വഴി സ്റ്റിമുലേഷൻസ് അയക്കും. ഈ സ്റ്റിമുലേഷൻസ് ബി പി ഇൻക്രീസ് ചെയ്യും. സിമ്പതറ്റിക് നെർവ്സ് വഴി ബി പി ഇൻക്രീസ് ചെയ്യുന്നതാണ് CNS ഇഷീമിക് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അതായത് ബി പി കുറയുന്ന സമയത്ത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് അവിടെ ഒരു ഇഷീമിയ ഉണ്ടാവും. ആ ഇഷീമിയ സ്റ്റിമുലേഷൻസ് പാസ് ചെയ്യും. സിമ്പതറ്റിക് നെർവ്സ് വഴി വാസോമോട്ടർ സെൻറ്ററിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് സിമ്പതറ്റിക് നെർവ്സ് വഴി അത് ഇൻഫർമേഷൻ പാസ് ചെയ്യും. അങ്ങനെ നമുക്ക് ബി പി കൂടുന്നതാണ് CNS ഇഷീമിക് റിഫ്ലെക്സിനകത്ത് വരുന്നത്. ഒരു കുഷിങ്സ് റിഫ്ലെക്സ് ഉണ്ട്. കുഷിങ് റിഫ്ലെക്സ് എന്ന് വെച്ചാൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്നെന്ന് വിചാരിക്കുക. എന്തെങ്കിലും അസുഖത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുമ്പോഴത്തേക്കും അത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയ്ക്കും. സെയിം ഇഷീമിയ ഉണ്ടാക്കും. ഈ ഇഷീമിയ സിമ്പതറ്റിക് നെർവ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബി പി ഇൻക്രീസ് ചെയ്യും. അതായത് ബ്രെയിനിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ആ ഒരു ഇഷീമിയ ആ റിഫ്ലെക്സിൻ്റെ കാരണം നമുക്ക് ബി പി ഇപ്പോൾ കൂടി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ബി പിയെ ബാരോ റിസപ്റ്റേഴ്സ് വഴി നമ്മൾ കുറയ്ക്കുന്നതിനെയാണ് കുഷിങ്സ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അതായത് റിഫ്ലെക്സ് ബ്രാഡിക്കാർഡിയാണ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ ഈസ് കോൾഡ് കുഷിങ്സ് റിഫ്ലെക്സ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടി അങ്ങോട്ടത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് ഇഷീമിയ ഉണ്ടാവുകയും അവിടെ ഒരു ഇഷീമിയ ഉണ്ടായിക്കഴിഞ്ഞാൽ നോർമലായിട്ട് അവർ വാസോമോട്ടർ ഏരിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് സിമ്പതറ്റിക് നെർവ്സ് വഴി ബി പി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ കാരണം കൊണ്ട് നമ്മളെ CNS റിലേറ്റഡ് ആയിട്ട് നമുക്ക് ബി പി കൂടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബാരോ റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റഡ് ആവും. ഈ ബാരോ റിസപ്റ്റേഴ്സ് ഇൻഹിബിറ്ററി ഇമ്പൾസ് പാരാസിമ്പതറ്റിക് നെർവ്സ് വഴി ഇൻഹിബിറ്ററി ഇമ്പൾസിനെ സെൻഡ് ചെയ്യും, ഹാർട്ട് റേറ്റ് കുറയ്ക്കും, അതുവഴി ബി പി കുറയ്ക്കും. ഈ ഒരു റിഫ്ലെക്സിനെയാണ് നമ്മൾ കുഷിങ്സ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ബ്രാഡിക്കാർഡിയ വന്നിട്ട് അതായത് ബ്രാഡിക്കാർഡിയ ഉണ്ടാകുകയാണ് ഇൻട്രാക്രേനിയൽ പ്രഷറിന് റിലേറ്റഡ് ആയിട്ട് ബ്രാഡിക്കാർഡിയ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ കുഷിങ്സ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ഇനി ലോങ് ടേം റെഗുലേഷൻ ഉണ്ട്. ലോങ് ടേം റെഗുലേഷനകത്ത് റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റെറോൺ മെക്കാനിസം ആണ് വരുന്നത്. അതായത് ബി പി കുറയുന്ന സമയത്ത് നമ്മുടെ കിഡ്നിയിലെ ജെക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അത് റെനിനെ സെക്രീറ്റ് ചെയ്യും. ഇപ്പോൾ റെനിൻ വന്നിട്ട് ആൻജിയോടെൻസിനോജൻ ആക്ടിവേറ്റ് ചെയ്യും. ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന ഒരു വാസോ കൺസ്ട്രിക്റ്റർ ആണ്. അപ്പോൾ അത് ഹാർട്ട് മസിൽസിൻ്റെ ബ്ലഡ് വെസൽസിനെയൊക്കെ കോൺട്രാക്റ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ബി പി റെഗുലേറ്റ് ചെയ്യുന്ന ബി പി കൂട്ടാൻ പറ്റും. കുറഞ്ഞ ബി പി ഈ ആൻജിയോടെൻസിൻ വഴി കൂട്ടുന്നതാണ് നമ്മൾ ഈ ലോങ് ടേം റെഗുലേഷനകത്ത് ചെയ്യുന്നത്. റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം ആണ് വരുന്നത്. ഈ ആൻജിയോടെൻസിൻ ഇങ്ങനെ ഫോം ചെയ്ത ആൻജിയോടെൻസിൻ 1 ഉണ്ടല്ലോ, ഈ ആൻജിയോടെൻസിൻ 1 കൺവേർട്ട് ചെയ്ത് ആൻജിയോടെൻസിൻ 2 ആവും. ആൻജിയോടെൻസിൻ 2 എന്ത് ചെയ്യും, അഡ്രിനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആൽഡോസ്റ്റിറോണിനെ റിലീസ് ചെയ്യിക്കും. ആൽഡോസ്റ്റിറോണിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സോഡിയം ആൻഡ് വാട്ടർ റീഅബ്സോർപ്ഷൻ ആണ്. അപ്പോൾ ഈ സോഡിയത്തിൻ്റെയൊക്കെ റീഅബ്സോർപ്ഷൻ നടത്തുമ്പോഴത്തേക്കും അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വാട്ടറിൻ്റെ റീഅബ്സോർപ്ഷൻ ഉണ്ടാവും, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം കൂടും. അങ്ങനെ ബ്ലഡ് വോളിയം കൂട്ടിയിട്ട് ബ്ലഡ് പ്രഷർ കൂട്ടും. അതാണ് ഈ ആൻജിയോടെൻസിൻ 2 ചെയ്യുന്നത്. അപ്പോൾ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു ലോങ് ടേം റെഗുലേഷൻ ആണ്. അപ്പോൾ അതിനകത്തെന്ന് വെച്ചാൽ ബി പി കുറയുന്ന സമയത്ത് നമ്മുടെ ജെക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ് സ്റ്റിമുലേറ്റഡ് ആവും, അത് റെനിനെ സെക്രീറ്റ് ചെയ്യും. റെനിൻ എന്ത് ചെയ്യും, ആൻജിയോടെൻസിനോജനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ആൻജിയോടെൻസിനോജൻ എന്താകും, ആൻജിയോടെൻസിൻ 1 ആകും. അത് വാസോ കൺസ്ട്രിക്റ്റർ ആണ്. വാസോ കൺസ്ട്രിക്ഷൻ നടത്തിയേച്ച് ബി പി കൂട്ടും. ഇനി സെയിം ടൈം ആൻജിയോടെൻസിൻ 1 കൺവേർട്ട് ചെയ്ത് ആൻജിയോടെൻസിൻ 2 ആകും. ഈ ആൻജിയോടെൻസിൻ 2 അഡ്രിനൽ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആൽഡോസ്റ്റിറോണെ റിലീസ് ചെയ്യിപ്പിക്കും. ആൽഡോസ്റ്റിറോൺ സോഡിയം വാട്ടർ റീഅബ്സോർപ്ഷൻ നടത്തും, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് വോളിയം കൂടും. ബ്ലഡ് വോളിയം കൂടുന്ന വഴി ബി പി ഇൻക്രീസ്ഡ് ആവും. അപ്പോൾ അതാണ് നമ്മുടെ റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ മെക്കാനിസത്തിനകത്ത് നടക്കുന്നത്. അപ്പോൾ ബി പിയും റെഗുലേഷനും ക്ലിയർ ആണോ?
ക്ലിയർ ആണ്. കുഷിംഗ് റിഫ്ലക്സിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നമ്മളെ ബ്രെയിനിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് ഇൻട്രാക്രേനിയൽ പ്രഷർ കൂടുന്ന സമയത്ത് അത് ബ്രാഡിക്കാർഡിയ ഉണ്ടാക്കുന്നതാണ് ഈ കുഷിംഗ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. നമ്മൾ ആർട്ടീരിയൽ പ്രഷറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി വീനസ് പ്രഷർ. വീനസ് പ്രഷർ നമ്മൾ മെഷർ ചെയ്യുന്നത് ജുഗുലർ വീനസ് പ്രഷർ, ജുഗുലർ വെയിനിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രഷർ റൈറ്റ് ഏട്രിയത്തിൻ്റെ പ്രഷറുമായിട്ട് ക്ലോസ്ലി ഒരു റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട് ജുഗുലർ വെയിൻ്റെ പ്രഷറാണ് നമ്മൾ വീനസ് പ്രഷർ അറിയാൻ വേണ്ടിയിട്ട് മെഷർ ചെയ്യുന്നത്. ഇപ്പോൾ റൈറ്റ് ഹാർട്ട് ഫെയിലിയർ ഒക്കെ ഉണ്ടായാൽ ഇൻക്രീസ്ഡ് ആയിരിക്കും, JVP ഇൻക്രീസ്ഡ് ആയിരിക്കും. JVP നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വേവ് ഫോമാണ് കിട്ടുന്നത്. അതിനൊരു A വേവ്, ദെൻ ഒരു എക്സ് ഡിസെൻറ്റ്, ഒരു C വേവ്, എക്സ് ഡാഷ് ഡിസെൻറ്റ്, ഒരു V വേവ്, Y ഡിസെൻറ്റ്. ഇങ്ങനെയാണ് ആ ഒരു പ്ലോട്ട് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ A വേവ് കാണിക്കുന്നത് റൈറ്റ് ഏട്രിയ കോൺട്രാക്ഷൻ ആണ്. അപ്പോൾ റൈറ്റ് ഏട്രിയ കോൺട്രാക്ഷൻ്റെ സമയത്ത് സം ബ്ലഡ് ഈസ് പുഷ്ഡ് ബാക്ക് അപ്പ് ഇൻ ടു ദ ഇൻറ്റേർണൽ ജുഗുലർ വെയിൻ. ആ ജുഗുലർ വെയിനിലേക്കൊരു ഫ്ലോ ഉണ്ടാകും ബ്ലഡിൻ്റെ. അപ്പം അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് A വേവ് എന്ന് പറയുന്നത്. റൈറ്റ് ഏട്രിയൽ കോൺട്രാക്ഷന് സൈമൾട്ടേനിയസ് ആയിട്ട് ഇൻറ്റേർണൽ ജുഗുലർ വെയിനിലേക്ക് ബ്ലഡ് ബാക്കപ്പ് ആവും. അതാണ് A വേവ് എന്ന് പറയുന്നത്. എക്സ് ഡിസെൻറ്റ് മീൻസ് റൈറ്റ് ഏട്രിയയുടെ റിലാക്സേഷൻ ആണ്. അപ്പം ജുഗുലർ വെയിനിലും പ്രഷർ റിലീസ് ചെയ്യും. ദെൻ C വേവ് മീൻസ് ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്തിട്ട് റൈറ്റ് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നതാണ് C വേവ് എന്ന് പറയുന്നത്. പിന്നെ എക്സ് ഡാഷ് ഡിസെൻറ്റ് എന്ന് പറയുന്നത് എൻഡ് ഓഫ് റൈറ്റ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ ക്രിയേറ്റ് എക്സ്ട്രാ സ്പേസ് വിത്തിൻ ദ പെരിക്കാർഡിയം, അലോയിങ് റൈറ്റ് ഏട്രിയം ടു ബിഗിൻ ഫില്ലിംഗ് വിത്ത് ബ്ലഡ്. റൈറ്റ് ഏട്രിയത്തിലേക്ക് വീണ്ടും ഫില്ലിംഗ് നടക്കുന്നതാണ് ഈ എക്സ് ഡാഷ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. അത് റൈറ്റ് ഏട്രിയ ആയിട്ട് റിലേറ്റഡ് ആയിട്ടാണ് നമ്മൾ JVP മെഷർ ചെയ്യുന്നതും അതിൻ്റെ ഈ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഓർക്കണം. അപ്പോൾ റൈറ്റ് വെൻട്രിക്കുലർ കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു കോൺട്രാക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ കവറിങ്ങിൽ ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവുകയും റൈറ്റ് ഏട്രിയത്തിന് വീണ്ടും ഫില്ലിംഗ് നടക്കുകയും ചെയ്യുന്നതാണ് എക്സ് ഡാഷ് ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് V വേവ് മീൻസ് ഫില്ലിംഗ് ഓഫ് റൈറ്റ് ഏട്രിയ എഗെയിൻസ്റ്റ് ദ ക്ലോസ്ഡ് ട്രൈക്കസ്പിഡ് വാൽവ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രൈക്കസ്പിഡ് വാൽവ് അവിടെ ക്ലോസ് ആകുമ്പോൾ ഒരു പ്രഷർ ഗ്രേഡിയൻറ്റ് വന്നിട്ട് ഫില്ലിംഗ് നടക്കുന്നതാണ് V വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ Y ഡിസെൻറ്റ് എന്ന് വെച്ചാൽ ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺസ് ആൻഡ് ബ്ലഡ് ഫ്രം ദ റൈറ്റ് ഏട്രിയം ബിഗിൻസ് ടു ഫിൽ ദ വെൻട്രിക്കിൾ. തിരിച്ച് ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ആയിട്ട് അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് V വേവിൻ്റെ സമയത്ത് റൈറ്റ് ഏട്രിയ ഫിൽഡ് ആവുന്നുണ്ട്. അങ്ങനെ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ട്രൈക്കസ്പിഡ് വാൽവ് ഓപ്പൺ ആയിട്ട് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് പാസ് ചെയ്യുന്നതാണ്. ആ ഒരു പ്രഷർ ഡിഫറൻസ് ആണ് Y ഡിസെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്തൊരു A വേവ്, C വേവ്, V വേവ്, എക്സ് ഡിസെൻറ്റ്, എക്സ് ഡാഷ് ഡിസെൻറ്റ്, Y ഡിസെൻറ്റ്. അപ്പം ഇത്രയാണ് JVPയിൽ. അപ്പം അതിൻ്റെ പാത്തോളജിക്കൽ വേരിയേഷൻസ്, ആബ്സെൻറ്റ് A വേവ് മീൻസ് ഏട്രിയൽ ഫിബ്രിലേഷൻ ആണ്. ലാർജ് A വേവ് പൾമണറി ഹൈപ്പർ ടെൻഷൻ, പൾമണറി സ്റ്റീനോസിസിലൊക്കെയാണ് നമുക്ക് ലാർജ് A വേവ് കിട്ടുന്നത്. അതായത് ഏട്രിയയുടെ കോൺട്രാക്ഷൻ ആയിരിക്കും നമ്മൾ A വേവിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ A വേവ് ലാർജ് ആവുക മീൻസ് അതിനൊരു കോൺട്രാക്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട്, പൾമണറി സ്റ്റീനോസിസ് അല്ലെങ്കിൽ പൾമണറി ഹൈപ്പർ ടെൻഷൻ്റെയൊക്കെ സമയത്തായിരിക്കും ഈ ലാർജ് A വേവ്സ് കിട്ടുന്നത്. ദെൻ ക്യാനൺ A വേവ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ വെൻട്രിക്കുലർ എറിത്തിമിയയിലൊക്കെ ആയിരിക്കും ക്യാനൺ A വേവ് കിട്ടുന്നത്. ലാർജ് V വേവ്സ് കിട്ടുന്നത് ട്രൈക്കസ്പിഡ് റീഗർജിറ്റേഷനിലാണ്. V വേവിൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഫില്ലിംഗ് ആണ്. ഏട്രിയ ട്രൈക്കസ്പിഡ് വാൽവ് ക്ലോസ് ചെയ്തതിന് ശേഷം ഏട്രിയാസ് ഫില്ല് ചെയ്യുന്നതാണ് V വേവിൽ. അപ്പോൾ ട്രൈക്കസ്പിഡിന് റീഗർജിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് വീണ്ടും ഏട്രിയയിലേക്ക് ബ്ലഡ് കയറുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് V വേവ് ലാർജ് ആയിട്ട് കിട്ടും. ദെൻ റൈസ് ഇൻ JVP ഡ്യൂറിങ് ഇൻസ്പിറേഷൻ, അത് കുസ്മോൾ സൈൻ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് പെരിക്കാർഡൈറ്റിസിലാണ് ഇൻസ്പിറേഷൻ്റെ സമയത്ത് JVPയിൽ ഒരു ചെറിയ റൈസ് കാണിക്കുന്നത്. ഒരു ഹെപ്പാറ്റോ ജുഗുലർ റിഫ്ലക്സ് ഉണ്ട്. അതായത് നമ്മൾ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന സമയത്ത് ലിവറിൽ നിന്ന് അല്ലെങ്കിൽ ഇൻഫീരിയർ വീന കാവയിൽ നിന്നൊക്കെ ബ്ലഡ് അങ്ങോട്ടേക്കുള്ള റിട്ടേൺ കൂടും. അതുവഴി വീനസ് റിട്ടേൺ കൂടും ഹാർട്ടിലേക്കുള്ള. അപ്പോൾ ഏട്രിയയുടെ പ്രഷർ കൂടുമല്ലോ, അത് നമുക്ക് JVPയിൽ ഇൻക്രീസ്ഡ് പ്രഷറായിട്ട് ഫ്ലോട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇൻക്രീസ്ഡ് ആയിട്ട് കാണിക്കും. JVPയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാകും. അതാണ് ഈ ഹെപ്പാറ്റോ ജുഗുലർ റിഫ്ലക്സ് എന്ന് പറയുന്നത്.
ഇത് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കാരണം ഈ ലിവറിൽ നിന്ന് ഇൻഫീരിയർ വീനക്കാവയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂടും. അപ്പോൾ ഇൻഫീരിയർ വീനക്കാവയിൽ നിന്ന് അതുവഴി ഏട്രിയയിലേക്ക് കൊടുക്കുന്ന ബ്ലഡ് ഫ്ലോ കൂടും, വീനസ് റിട്ടേൺ കൂടും, അത് JVP ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ റൈറ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയറിലൊക്കെ JVP ഇൻക്രീസ്ഡ് ആയിരിക്കും. ഇത്രയാണ് നമുക്ക് ഫിസിയോളജി പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാനുള്ളത്. ജസ്റ്റ് കാർഡിയക് മസിൽസിൻ്റെ പ്രോപ്പർട്ടി തൊട്ടാണ്. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർഡിയക് മസിൽസിൻ്റെ പ്രോപ്പർട്ടിക്കകത്ത് എക്സൈറ്റബിലിറ്റി, കണ്ടക്ടിവിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എക്സൈറ്റബിലിറ്റി ആ ഒരു റെസ്പോൺസ് തിരിച്ചു കൊടുക്കുന്നതാണ്. റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് വരുന്നത്. അതേ സോഡിയം ആയിരിക്കും പുറത്ത് കൂടുതൽ, അകത്ത് പൊട്ടാസ്യം, സെല്ലിൻ്റെ അകത്ത് പൊട്ടാസ്യം ക്ലോറൈഡ് അയോൺസിൻ്റെ പ്രസൻസ് കാരണം നെഗറ്റിവിറ്റി ആയിരിക്കും അകത്ത് വരുന്നത്. നോർമലി മസിൽ ഫൈബറിൻ്റെ -90 mV ആണ് റെസ്റ്റിംഗ് മെമ്പറൈൻ പൊട്ടൻഷ്യൽ. SI നോഡിൻ്റെ -55 to 60, പെർക്കിൻജിയുടെ -90 to 100. ഇത് ചോദിച്ചിട്ടുണ്ട് SI നോഡിൻ്റെ. ദെൻ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ ഈ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകും. സോഡിയത്തിൻ്റെ ഇൻഫ്ലക്സും പൊട്ടാസ്യത്തിൻ്റെ ഇൻഫ്ലക്സും ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ക്രിയേറ്റഡ് ആകുന്നതാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ. അത് ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള എബിലിറ്റിയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞത്. കണ്ടക്ടിങ് സിസ്റ്റത്തിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. SI നോഡ്, ഇന്റർനോഡൽ ട്രാക്റ്റ്, AV നോഡ്, ബണ്ടിൽ ഓഫ് ഫിസ്, ബണ്ടിൽ ബ്രാഞ്ചസ്, പെർക്കിൻജി ഫൈബേഴ്സ്. ഏറ്റവും ഫാസ്റ്റായിട്ട് കണ്ടക്ഷൻ നടക്കുന്നത് പെർക്കിൻജി ഫൈബേഴ്സിനകത്താണ്. ദെൻ കാർഡിയക് സൈക്കിൾ പറഞ്ഞു. കാർഡിയക് സൈക്കിൾ എന്ന് വെച്ചാൽ ഒരു ബീറ്റിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആണ് കാർഡിയക് സൈക്കിൾ. ഏട്രിയൽ ഇവൻറ്റ്സും വെൻട്രിക്കുലർ ഇവൻറ്റ്സും ഉണ്ട്. ഏട്രിയൽ സിസ്റ്റോളും ഡയസ്റ്റോളും. ദെൻ വെൻട്രിക്കുലർ ഇവൻറ്റ്സിനകത്തും സിസ്റ്റോളും ഡയസ്റ്റോളും ഉണ്ട്. സിസ്റ്റോളിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഐസോവോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസ്, ഇജെക്ഷൻ ഫേസ്. വെൻട്രിക്കുലർ ഡയസ്റ്റോളിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോട്ടോഡയസ്റ്റോളിക് ഫേസ്, ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഫേസും ഫില്ലിംഗ് ഫേസും. ദെൻ സിസ്റ്റോളിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് ഫേസ് ആണ്. ദെൻ അവിടെയാണ് നമുക്ക് ഫോർത്ത് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. ഐസോവോളിമെട്രിക് കോൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ വോളിയം ചേഞ്ച് ഇല്ലാതെയാണ് കോൺട്രാക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഏട്രിയൽ ഡയസ്റ്റോളുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വരും. ഏട്രിയൽ ഡയസ്റ്റോളും വെൻട്രിക്കുലർ സിസ്റ്റോളും ഡയസ്റ്റോളും. ഏട്രിയൽ ഡയസ്റ്റോളിൻ്റെ സമയത്ത് തന്നെയാണ് വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ കോയിൻസൈഡ് ചെയ്താണ് വരുന്നത്. 0.4 സെക്കൻഡിലേക്ക് ആസ് എ ഹോൾ ഹാർട്ട് റിലാക്സ് ചെയ്യുമായിരിക്കും. ഐസോവോളിമെട്രിക് കോൺട്രാക്ഷൻ ഫേസിലാണ് AV വാൽവ്സ് ക്ലോസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് നമുക്ക് ആ ഒരു AV വാൽവ്സിൻ്റെ ക്ലോഷർ ആണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഇജെക്ഷൻ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ക്ലോസ് ചെയ്തിരിക്കുന്ന ഇതിന്ന് ബ്ലഡ് വെസൽസിലേക്ക് ബ്ലഡ് എൻ്റർ ചെയ്യുന്നതാണ് ഇജെക്ഷൻ ഫേസ് എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടോഡയസ്റ്റോളിക് ഫേസ് വെൻട്രിക്കുലർ ഡയസ്റ്റോളിൻ്റെ ബിഗിനിങ് ആണ്. ഐസോവോളിമെട്രിക് റിലാക്സേഷൻ, അഗെയിൻ വോളിയം ചേഞ്ച് ഇല്ലാതെ ഹാർട്ട് വെൻട്രിക്കിൾസ് റിലാക്സ് ചെയ്യും. ആ സമയത്ത് AV വാൽവ്സ് ക്ലോസ് ചെയ്യും. AV വാൽവ്സ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പ്രോട്ടോഡയസ്റ്റോളിക് ഫേസിന് ശേഷം ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഫേസ് നടന്നു. ഐസോവോളിമെട്രിക് റിലാക്സേഷന് ശേഷം അടുത്ത റാപ്പിഡ് ഫില്ലിംഗ് ഫേസ് ആണ്. റാപ്പിഡ് ഫില്ലിംഗ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് മൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ റാപ്പിഡ് ഫില്ലിംഗ് ഫേസിലാണ് നമുക്ക് തേർഡ് ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. പിന്നെ ഹാർട്ട് സൗണ്ടും അതിൻ്റെ ക്യാരക്ടേഴ്സും S1, S2, S3, S4. S4 നമുക്ക് ഫസ്റ്റ് ഏട്രിയൽ സിസ്റ്റോളിൻ്റെ സമയത്താണ് S4 കിട്ടിയത്. S1 കിട്ടുന്നത് ഐസോവോളിമെട്രിക് റിലാക്സേഷൻ ഫേസിലാണ്. S2 കിട്ടുന്നത് പ്രോട്ടോഡയസ്റ്റോളിക് ഫേസിലാണ്. ദെൻ ഫില്ലിംഗ് ഫേസിലാണ് നമുക്ക് S3 കിട്ടുന്നത്. ദെൻ ഏരിയാസ് ഓഫ് ഓസ്കൾട്ടേഷൻ പറഞ്ഞു. 4 ഏരിയാസ് ആണ്. അയോട്ടിക് ഏരിയ, പൾമണറി ഏരിയ, മെട്രൽ ഏരിയ ആൻഡ് ട്രൈക്കസ്പിഡ് ഏരിയ. കാർഡിയക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ എത്ര എമൗണ്ട് ഓഫ് ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യുന്നുണ്ട്, അതാണ് കാർഡിയക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അത് സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. സ്ട്രോക്ക് വോളിയം എന്ന് പറഞ്ഞാൽ ഒരു ബീറ്റിൽ എത്ര പമ്പ് ചെയ്യുന്നു അതാണ് സ്ട്രോക്ക് വോളിയം. അത് ഇൻറ്റു ഒരു മിനിറ്റിൽ 72 ബീറ്റ് ആണ്. അപ്പോൾ അതാണ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ് കാർഡിയക് ഔട്ട്പുട്ട്. 5 to 6 ലിറ്റർ ആണ് അതിൻ്റെ ഒരു നോർമൽ വാല്യൂ വരുന്നത്. പിന്നെ അതിൻ്റെ റെഗുലേഷൻ പറഞ്ഞു.
റെഗുലേഷനകത്ത് വാസോമോട്ടർ കൺസ്ട്രിക്റ്റർ ഏരിയ ഉണ്ട്, ഇൻഹിബിറ്ററി ഏരിയസും ഉണ്ട്. വാഗൽ ടോൺ എന്ന് വെച്ചാൽ ഇൻഹിബിറ്ററി സ്റ്റിമുലേഷൻ ആണ്. കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഇൻഹിബിറ്ററി സ്റ്റിമുലേഷൻ ആണ് വാഗൽ ടോൺ എന്ന് പറയുന്നത്. ഹാർട്ട് റേറ്റും വാഗൽ ടോണും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. പിന്നെ ഓരോ റിഫ്ലെക്സുകൾ. ബാരോ റിസപ്റ്റേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് കരോട്ടിഡ് സൈനസ് അയോട്ടിക് ആർച്ചിലാണ്. കീമോ റിസപ്റ്റേഴ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് സെയിം കരോട്ടിഡ് സൈനസ് ആൻഡ് അയോട്ടിക് ആർച്ചിലാണ്. പിന്നെ നമ്മളൊരു ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്രിയയിലെ സ്ട്രെച്ച് റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ആ ഒരു ഇൻഹിബിറ്ററി എഫക്റ്റ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. അതായത് വാഗൽ ടോണിനെ കുറച്ചിട്ട് ഹാർട്ട് റേറ്റ് കൂട്ടും. അതാണ് ബെയിൻ ബ്രിഡ്ജ് റിഫ്ലെക്സ് എന്ന് പറഞ്ഞത്. ഇ സി ജി നമ്മൾ രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞു. ബൈപോളാർ ലീഡ്സും യൂണിപോളാർ ലീഡ്സും. യൂണിപോളാർ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ചെസ്റ്റ് ലീഡ്സും ഉണ്ട്, ലിംബ് ലീഡ്സും ഉണ്ട്. ആ ചെസ്റ്റ് ലീഡിൻ്റെ 6 പൊസിഷൻസ് എവിടേക്കാണ് വെക്കേണ്ടതെന്നുള്ളത്. V4, V5, V6 ഇതെല്ലാം 5th ഇൻ്റർകോസ്റ്റൽ സ്പേസിലാണ് വരുന്നത്. എന്നൊരു നോർമൽ ഇ സി ജി അതിൻ്റെ ഓരോ വേവ് എന്തൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ 3 ഇൻ്റർവെല്ലും 2 സെഗ്മെൻറ്റുമാണ് ഉള്ളത്. ജെ പോയിൻ്റ് എന്ന് പറയുന്നത് എസ് ടി സെഗ്മെൻറ്റിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള പോയിൻ്റാണ് ജെ പോയിൻ്റ്. ദെൻ ബ്ലഡ് പ്രഷർ, നോർമൽ ബ്ലഡ് പ്രഷർ, പൾസ് പ്രഷർ, മീൻ ബ്ലഡ് പ്രഷർ, ഇതൊക്കെ എന്താണെന്നുള്ളത്. അതിൻ്റെ റെഗുലേഷനകത്ത് ഷോർട്ട് ടേം റെഗുലേഷനകത്താണ് ബാരോ റിസപ്റ്റർ റിഫ്ലെക്സ്, കീമോ റിസപ്റ്റർ റിഫ്ലെക്സ്, CNS ഇഷ്യമിക് റിഫ്ലെക്സും കുഷിംഗ് റിഫ്ലെക്സും. അതിൽ ബാരോ റിസപ്റ്റർ, കീമോ റിസപ്റ്റർ ഹാർട്ട് റേറ്റ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞത് തന്നെയാണ്. ദെൻ ഈ ഒരു സാധനമുണ്ട്, ബി പി ഇൻക്രീസ് ചെയ്യുന്നത് ഹോർമോണൽ കണ്ടീഷൻസ്. ബി പി ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ, തൈറോക്സിൻ, ആൽഡോസ്റ്റിറോൺ, ADH, സെറട്ടോണിൻ. ഇവർ ഇത്രയാണ് ബി പി ഇൻക്രീസ് ചെയ്യുന്ന ഹോർമോൺസ്. ഡിക്രീസ് ചെയ്യുന്നവരാണ് ബ്രാഡിക്കൈനിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻസ്, അസറ്റൈൽ കോളിൻ, ANP, വാസോ ആക്റ്റീവ് ഇൻഡസ്റ്റൈനൽ പെപ്റ്റൈഡ്. ഇവർ ഇത്രയാണ് ബി പി ഡിക്രീസ് ചെയ്യുന്നവർ. പിന്നെ ആ ഒരു ഇഷ്യമിക് റിഫ്ലെക്സ് എന്ന് വെച്ചാൽ ബി പി കുറയുന്ന സമയത്ത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞിട്ട് ഇഷീമിയ ഉണ്ടാകും. ഈ ഇഷീമിയ വാസോമോട്ടർ സെൻറ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് സിമ്പതറ്റിക് നെർവ് വഴി സ്റ്റിമുലേഷൻസ് സെൻഡ് ചെയ്ത് ബി പി കൂട്ടുന്നതാണ് നമ്മൾ CNS ഇഷീമിക് റിഫ്ലെക്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബ്രെയിനിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് ഇതുപോലെ ഇഷീമിയ വന്നിട്ട് ബി പി കൂടുകയാണെങ്കിൽ അതിനെ മാനേജ് ചെയ്യുന്നതാണ് കുഷിംഗ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. കുഷിംഗ് റിഫ്ലെക്സ് വഴി ബ്രാഡിക്കാർഡിയ ഉണ്ടാക്കുക, അതായത് ഹാർട്ട് റേറ്റ് കുറച്ചിട്ട് ബി പി കുറയ്ക്കും. അതാണ് കുഷിംഗ്സ് റിഫ്ലെക്സ് എന്ന് പറയുന്നത്. ലോങ് ടേമിനകത്ത് റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ മെക്കാനിസമാണ്. ആൻജിയോടെൻസിൻ എന്ന് പറയുന്നത്, ആൻജിയോടെൻസിൻ 1 എന്ന് പറയുന്നത് വാസോ കൺസ്ട്രിക്ടർ ആണ്. ആൻജിയോടെൻസിൻ 2 എന്ന് പറയുന്നത് ആൽഡോസ്റ്റിറോണിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ബി പി മാനേജ് ചെയ്യുന്നത്. ദെൻ JVP റൈറ്റ് ഏട്രിയായിട്ട് റിസംബ്ലൻസ് വെച്ചിട്ടാണ് ജുഗുലർ വെയിനിൽ നമ്മൾ JVP മെഷർ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഏട്രിയയിലുള്ള പ്രഷർ ഡിഫറൻസ് വെച്ചിട്ടാണ് ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്. ഹെപ്പാറ്റോ ജുഗുലർ റിഫ്ലെക്സ് എന്ന് വെച്ചാൽ ഈ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടുന്ന സമയത്ത് ലിവറിൽ നിന്നും ഇൻഫീരിയർ വീന കാവയിലേക്ക് ബ്ലഡ് ഫ്ലോ കൂടും. അത് വീനസ് റിട്ടേൺ കൂട്ടിയിട്ട് എന്ത് ചെയ്യും, JVP കൂട്ടുന്നതാണ് ഹെപ്പാറ്റോ ജുഗുലർ റിഫ്ലെക്സ് എന്ന് പറയുന്നത്.